اللهم لك الحمد حتى ترضى ولك الحمد بعد الرضا ولك الحمد إذا رضيت. ربنا لا مانع لما أعطيت ولا معطي لما منعت ولا راد لما قضيت ولا مبدل لما حكمت ولا ينفع ذا الجد منك الجد. يا لطيفا بخلقه يا عليما بخلقه يا خبيرا بخلقه ألطف بنا يا لطيف يا عليم يا خبير. صلى الله على سيدنا محمد وعلى آله وأصحابه أجمعين. ഈ ഫാൻ ഇങ്ങോട്ട് വേണ്ട. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون. ولقد فتنا الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين. صدق الله العلي العظيم. يا رحمة الله إني خائف وجلو. يا نعمة الله إني مفلس عاني. وليس لي أمل ألقى العليم به سوى محبتك العظمى وإيماني. وكن أماني من شر الحياة ومن شر الممات ومن إحراق جثماني. عليك يا عروتي وثقى ويا سندي أوفى ومن مدحه روحي وريحاني. अखबार की तरखी बनता है मासूम के अरमानों का लहू. अब रंग की कीमत से कम है मजलूम मुसलमानों का लहू. वो जहल के हाथों में पकता है कोनों के सुल्तानों का लहू. അനുഗ്രഹീതമായ ഈ ഇൽമിന്റെയും ദുആയുടെയും മജ്ലിസിൽ അധ്യക്ഷത വഹിക്കുന്ന മഹല്ല് ഖാളി അഹമ്മദ് കുട്ടി ഫൈളി ഉസ്താദ് അവറുകളെ, വേദിയിൽ ഉപവിഷ്ടരായ ഉസ്താദുമാർ, സമസ്തയുടെയും പോഷക സംഘടനകളുടെയും നേതാക്കന്മാർ, പ്രവർത്തകന്മാർ, ഈ വാള് ശ്രവിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു തആല നമ്മളിവിടെ വന്നതും സംസാരിക്കുന്നതും കേൾക്കുന്നതുമൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും ആമീൻ പറയൂ. ഇത് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇതിന്റെ പുണ്യം കൊണ്ട് ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടു പോയവരുമായ നമ്മുടെ മാതാപിതാക്കൾ,
ഭാര്യ സന്താനങ്ങൾ, ഉസ്താദുമാർ എല്ലാവർക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാവട്ടെ. കാമിലായ ഈമാനോടെ ജീവിച്ച് പൂർണ്ണ മുഅ്മിനായി മരണപ്പെടുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യുന്നു. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈ ലോകത്തിന്റെ അവസാനത്തോടനുബന്ധിച്ച് വരും എന്ന് മുന്നറിയിപ്പ് നൽകപ്പെട്ട സർവനാശകാരിയായ ദജ്ജാൽ, അവന്റെ ആഗമനത്തിന്റെ ചില അടയാളങ്ങളും അതു സംബന്ധിയായി വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഗൗരവമേറിയ ചില കാര്യങ്ങളെ സംബന്ധിച്ചുമാണ്. ഇതിന് സമാനമായ ലോകാവസാനത്തിന്റെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച്, അടയാളങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോകം അവസാനിക്കുവാനുള്ള ഒരു തിടുക്കം പുതിയ തലമുറയിൽ കാണപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പലപ്പോഴും അബദ്ധജടിലമായ, വിശ്വാസയോഗ്യമല്ലാത്ത രീതിയിൽ ലോകാവസാനത്തിന്റെ ദൃഷ്ടാന്തങ്ങളും അടയാളങ്ങളും പരക്കെ ചർച്ച ചെയ്യപ്പെടുന്നതും പറയുന്നതും കാണുവാൻ കഴിയും. കുറച്ചു മുൻപ് നമുക്കിടയിലൂടെയൊക്കെ പ്രചരിച്ച 2-3 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ക്ലിപ്പുണ്ടായിരുന്നു. ആ ക്ലിപ്പിൽ മലയാളത്തിൽ പറയപ്പെടുന്ന കാര്യം, ഈ കാണുന്ന കുട്ടി ഒരു കണ്ണുള്ള ഒരു കുട്ടിയുടേതാണ് ആ ദൃശ്യം. ഇസ്രായേലിൽ ജനിച്ച കുട്ടിയാണ്. മാതാപിതാക്കൾ ഈ കുട്ടിക്ക് മസീഹുദ് ദജ്ജാൽ എന്ന് പേരിട്ടിട്ടുണ്ട്. ലോകാവസാനത്തോടടുത്ത് വരും എന്ന് പ്രവാചകർ മുന്നറിയിപ്പ് നൽകിയ ദജ്ജാൽ ജനിച്ചു കഴിഞ്ഞു, ഇനി എല്ലാവരും ലോകാവസാനത്തെ പ്രതീക്ഷിക്കുക. ഇതായിരുന്നു ആ ഒരു ചെറിയ ദൃശ്യത്തിലൂടെ നമുക്കിടയിൽ പ്രചരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ ഇരിക്കുന്നവരിൽ പലരും അത് കണ്ടിട്ടുണ്ടാകും, വിശ്വസിച്ചിട്ടുണ്ടാവും. ഇതുപോലെ നിരവധി കാര്യങ്ങൾ ലോകം എന്ന് അവസാനിക്കും എന്ന് കണക്ക് കൂട്ടുന്ന ആളുകൾ അതിന്റെ വാർത്തകൾ പ്രചരിപ്പിക്കുകയും അത് മറ്റുള്ളവർക്ക് ഗ്രൂപ്പുകളിലൂടെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സ്വഭാവമുള്ള ആളുകൾ. ഇതൊരു തരം തിടുക്കം കൂട്ടലാണ്. കൃത്യമായി പറഞ്ഞാൽ ലോകാവസാനത്തെക്കുറിച്ചുള്ള ഭീതിയോ, അല്ലാഹുവേ അത് കഴിഞ്ഞാലാണല്ലോ നീ പറഞ്ഞ മഹ്ശറും സ്വർഗനരകങ്ങളും ഒക്കെ വരുന്നത്, ആ സന്ദർഭത്തിൽ എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന വിചാരമോ ഒന്നുമല്ല ഇത് പറയുന്നവർക്കും പ്രചരിപ്പിക്കുന്നവർക്കുമുള്ള വിചാരം, ചിന്ത എന്നുള്ളത്. ഒരു തരം താല്പര്യം, ഈ വാർത്ത അറിഞ്ഞ് മറ്റുള്ളവർക്കുണ്ടാകുന്ന ഞെട്ടൽ എങ്ങനെയായിരിക്കും എന്ന് സങ്കല്പിക്കാൻ. കൃത്യമായി പറഞ്ഞാൽ ഈ സ്വഭാവം പണ്ടേയുണ്ട്, മുൻപേയുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ. നമുക്ക് പരിചയമുള്ള ഒരായത്താണ്. പരിശുദ്ധ ഖുർആനിൽ 6 സ്ഥലങ്ങളിലാണ് അല്ലാഹു തആല ഈ വചനം പറഞ്ഞിട്ടുള്ളത്. ഏഴാമതൊരിടത്ത് വയഖൂലൂന മതാ ഹാദൽ ഫത്ഹു ഇൻ കുൻതും സാദിഖീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. യാസീനിൽ നമുക്കത് കാണാൻ കഴിയും. എന്താണ് ആ സൂചിപ്പിച്ചത്? വയഖൂലൂൻ, അവിശ്വാസികൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ദീനിനെ ചോദ്യം ചെയ്യുന്നവർ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. പറഞ്ഞു കഴിഞ്ഞു എന്നല്ല, ഖിയാമത്ത് നാൾ വരെ ഈ പ്രശ്നം ഉന്നയിക്കുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു.
മതാ ഹാദൽ വഅദ്, എപ്പോഴാണ് നിങ്ങൾ പറഞ്ഞ ഈ ലോകാവസാനം വരുന്നത്? എപ്പോഴാണത് സംഭവിക്കുന്നത്? അതറിയാനുള്ള താല്പര്യം ഞങ്ങൾക്കുണ്ട്. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ഞങ്ങൾക്കത് പറഞ്ഞു തരൂ. 6 സ്ഥലങ്ങളിലും അതിന്റെ തൊട്ടുടനെയുള്ള വചനങ്ങൾ ഈ ചോദ്യത്തെ നിരാകരിക്കുന്ന രീതിയിലാണ്. യാസീനിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് മാ യൻളുറൂന ഇല്ലാ സ്വൈഹതൻ വാഹിദ തഅഖുദുഹും വഹും യഖ്സിമൂൻ. അതവർ ചോദിച്ചിട്ട് കാര്യമില്ല, അന്വേഷിച്ചിട്ട് കാര്യമില്ല, അതിനെ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. പിന്നെയോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ എല്ലാം അറിവിനപ്പുറത്ത് നിന്നായിരിക്കും ലോകത്തെ അവസാനിപ്പിക്കുന്നത്, അതവരെ പിടികൂടുന്നത്. വഹും യഖ്സിമൂൻ, ഭൗതികമായ കാര്യങ്ങളിൽ അവർ തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെട്ട സന്ദർഭത്തിലായിരിക്കും. അല്ലാഹു പറയുന്നുണ്ട്. ഓരോ ആയത്തിലും റബ്ബ് പറയുന്ന കാര്യം നോക്കൂ നിങ്ങൾ. സൂറത്തുൻ നംലിൽ അല്ലാഹു പറയുന്നത് ലോകാവസാനം എന്നാണെന്ന് നിങ്ങൾ ഞങ്ങൾക്ക് അറിയിച്ചു തരുക. അല്ലാഹു അതിന് തൊട്ടുടനെയായി പറയുന്നു ഖുൽ അസാ അൻ യകൂന റദിഫ ലകും ബഅലുല്ലദീ തസ്തഅജിലൂൻ. നിങ്ങൾ ധൃതി കാണിക്കുന്ന ഈ കാര്യങ്ങൾ ഒരുപക്ഷെ വേഗത്തിൽ പൊടുന്നനെ നിങ്ങളുടെ മുകളിൽ വന്നേക്കാം. നിങ്ങൾ കാത്തിരിക്കുന്നത് പോലെയാകില്ല. നാളെ ഉണ്ടാകും, ഇത്ര സമയത്തുണ്ടാകും, ഇന്ന സമയത്തുണ്ടാകും, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയാവില്ല. എന്താണത് സംബന്ധമായി നമുക്കൊടുവിൽ പറയുവാനുള്ള കാര്യമെന്നറിയോ? സൂറത്തുൽ മുൽക്കിൽ റഹ്മാനായ നാഥൻ പറയുന്നതാണ് വയഖൂലൂന മതാ ഹാദൽ വഅദ് ഇൻ കുൻതും സാദിഖീൻ. എന്നിട്ട് അല്ലാഹു പറയാണ് ഖുൽ ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ്. നബിയെ അങ്ങവരോട് പറയണം, അത് ചോദിക്കുന്നവരോട് അങ്ങ് പറയണം, ലോക ജനതയോട് അങ്ങ് പറയണം, ലോകാവസാനം എന്നായിരിക്കുമെന്ന കാര്യം, അതെപ്പോഴായിരിക്കുമെന്ന സംഗതി, അതിന്റെ അറിവ് അല്ലാഹുവിന്റെ അടുക്കലാണ്. പിന്നെ എന്റെ ദൗത്യം എന്താണെന്നറിയോ നബിയെ? നിങ്ങൾ പറയേണ്ട കാര്യമാണ് വ ഇന്നമാ അന നദീറുൻ മുബീൻ, ഞാൻ വ്യക്തമായ താക്കീതുകാരനാണ്. നബി നിർവഹിച്ചത് ആ ദൗത്യമായിരുന്നു, വ്യക്തമായ താക്കീതുകാരൻ. വമാ നുർസിലുൽ മുർസലീന ഇല്ലാ മുബശ്ശിരീന വമുൻദിരീൻ. ഒരു പ്രവാചകനെയും ഈ ലോകത്തേക്ക് നാം അയക്കാറില്ല. അവർ ജനങ്ങളോട് സന്തോഷം പറയുന്നവരായിട്ടല്ലാതെ, ജനങ്ങളെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം, നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യണം, നിങ്ങൾ നിസ്കരിക്കണം, നിങ്ങൾക്ക് സ്വർഗമുണ്ട്, നിങ്ങൾ തെറ്റുകൾ ചെയ്യരുത്, നിങ്ങൾ നിസ്കാരം ഒഴിവാക്കരുത്, നിങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ, ഈ പാപങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നരകമുണ്ട് എന്നവരെ മുന്നറിയിപ്പ് നൽകുന്ന, താക്കീട് നൽകുന്നവരായിട്ടല്ലാതെ ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല പറഞ്ഞ ഏറ്റവും മനോഹരമായ ഒരു വിശേഷണമുണ്ടല്ലോ, യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. നബിയെ, താങ്കളെ നാം അയച്ചിരിക്കുന്നത് ഷാഹിദ, സാക്ഷിയായിട്ടാണ്, വമുബശ്ശിറ, സന്തോഷവാർത്ത അറിയിക്കുന്ന ആളായിട്ടാണ്, വനദീറ, മറ്റുള്ളവർക്ക് ഈ കാര്യങ്ങൾ മുന്നറിയിപ്പ് നൽകുന്ന ആളായിട്ടുമാണ്. ആ ദൗത്യമാണ് നമ്മളും നിർവഹിക്കുന്നത്. മുഹമ്മദുർ റസൂൽ
ദജ്ജാലിനെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പരസ്പരം ഓർമ്മിപ്പിക്കുകയും അവന്റെ ഭീകരമായ അവസ്ഥകളെ സംബന്ധിച്ച് ഒരു വിശ്വാസിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്തമാണ് ഈ പ്രഭാഷണത്തിലൂടെ നമ്മൾ നിർവഹിക്കുന്നത്. ഇതിന്റെ ഗൗരവം എത്രയാണെന്നറിയുമോ? ഇന്നഹു ലം യകുൻ നബിയ്യുൻ ബഅദ നൂഹിൻ ഇല്ലാ വഖദ് അൻദറ ദജ്ജാല ഖൗമഹു. നൂഹ് നബിയുടെ ശേഷം ഒരു നബി ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ എത്രയോ കാലം മുമ്പ് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം 4000 കൊല്ലം മുമ്പ്, അതിനപ്പുറത്തുള്ള എത്രയോ പ്രവാചകന്മാർ, ബഹുമാനപ്പെട്ട ഹൂദ് നബിയെ പോലെ, സ്വാലിഹ് നബിയെ പോലെ, ആ നബിമാരെല്ലാം ഇല്ല വഖദ് അൻദറ ദജ്ജാല ഖൗമ, തങ്ങളുടെ സമുദായത്തോട് ദജ്ജാലിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാതെ ഒരു പ്രവാചകനും കഴിഞ്ഞു പോയിട്ടില്ല എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് തന്നെ ഇത് ഓർക്കാൻ സമയം കുറവാണ് എന്നുള്ളതാണല്ലോ, അല്ലേ? നമ്മളെവിടെ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്? ഇനി ഈ കാലം കഴിഞ്ഞാൽ അടുത്ത തലമുറയുടെ മനസ്സിൽ ഇത് ഓർമ്മയേ ഉണ്ടാവില്ല. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത തലമുറ. എന്നാലും പ്രിയപ്പെട്ടവര്, നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഈ ഒരു ഓർമ്മ മനസ്സിൽ നിറച്ചു വെക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ലോകം അവസാനത്തോടടുത്തിരിക്കുന്നു, അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു, ആകാശം ഇരുളാൻ തുടങ്ങിയിരിക്കുന്നു, സൂര്യന്റെ വെളിച്ചം അണയാനൊരുങ്ങിയിരിക്കുന്നു, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴാൻ ഒരുങ്ങിയിരിക്കുന്നു. അല്ലാഹു തമ്പുരാൻ ആകാശഭുവനങ്ങളെ, ഭുവനചന്ദ്രാദികളെ, നക്ഷത്രങ്ങളെ, ഈ എല്ലാ പ്രപഞ്ചത്തെയും ഒരുമിച്ച് പിടിച്ചുകൊണ്ട് ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നത്തെ അധികാരം ആർക്കാണ്? ഭരണാധികാരികളെ, ലോകത്തെ നിയന്ത്രിച്ചവരെ, അധികാരത്തിന്റെ ചെങ്കോലേന്തിയവരെ, ഇന്നത്തെ അധികാരം ആർക്കാണ്? ലില്ലാഹിൽ വാഹിദുൽ ഖഹാർ, എല്ലാം അടക്കി ഭരിക്കുന്ന ഏകചക്രാധിപതിയായ പരമാധികാരിയായ അല്ലാഹുവിന് മാത്രമാണ് എന്ന് വിളംബരം ചെയ്യാനുള്ള ആ സമയം അടുത്തു കഴിഞ്ഞ മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. കൂടുതൽ സമയം ഇനി അതിനുണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിക്കണ്ട, അല്ലേ? കാലമിങ്ങനെ അന്ത്യത്തോടടുക്കുകയാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ, ഉറക്ക സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സരസിരുന്ന അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു അസ്ർ നിസ്കാരത്തിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് പ്രസംഗിക്കാൻ തുടങ്ങി. പ്രസംഗം ഇങ്ങനെ നീണ്ടു നീണ്ടു ഫലം യസൽ യുഹദ്ദിസുനാ ഹത്താ ലം യബ്ഖ ഇല്ലാ ഹുംറത്തുൻ അലാ സാഖിൻ നഖ്ലി. ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ ഈന്തപ്പനകളുടെ ആ ഓലകൾക്കിടയിലൂടെ ആകാശത്തിന്റെ ചുവപ്പ് ഞങ്ങളിങ്ങനെ കണ്ടു. അഥവാ മഗ്രിബ് വാങ്ക് വിളിക്കാനായിരിക്കുന്നു, സൂര്യൻ അസ്തമിക്കാനായിരിക്കുന്നു. ഹബീബായ റസൂലുള്ള ഞങ്ങളെ അത് കാണിച്ചു. സൂര്യൻ പടിഞ്ഞാറ് ഇങ്ങനെ അസ്തമിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ്, അടുത്ത സമയമാണ്. നബി കണ്ടു, കാണിച്ചു. കണ്ടോ സഹാബ, സൂര്യൻ അസ്തമിക്കാൻ ഒരുങ്ങുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇന്നഹു ലം യബ്ഖ മിനദ്ദുനിയാ ഫീമാ മളാ, കഴിഞ്ഞു പോയ ദുനിയാവിന്റെ സമയം നോക്കുമ്പോ ഇനി ദുനിയാവിൽ നിന്ന് കഴിഞ്ഞു പോകാൻ ഇല്ലാ കമാഹിയ മിൻ യൗമികും ഹാലാ, ഇനി ഈ ദിവസം എത്ര ബാക്കിയുണ്ടോ അത്രേ ഇനി ദുനിയാവിൽ ബാക്കിയുള്ളൂ എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു. പക്ഷേ നബിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം, ഹബീബായ റസൂലുള്ളാഹി ഒരിക്കലും ആ സമുദായത്തോട് മാത്രമല്ലല്ലോ സംസാരിച്ചത്,
അവിടുന്ന് വരാനിരിക്കുന്ന തലമുറകളോട് സംസാരിച്ചു, ലോക ജനതയോട് സംസാരിച്ചു, ഓരോ ഭാഗത്തും ജീവിക്കുന്നവരോട് വർത്തമാനം പറഞ്ഞു, സ്ത്രീകളോട് പറഞ്ഞു, പുരുഷന്മാരോട് പറഞ്ഞു, കുഞ്ഞുങ്ങളോട് പറഞ്ഞു, യുവാക്കളോട് പറഞ്ഞു. ലോകം അവസാനിക്കാനാകുമ്പോ ലോകത്തിന്നാലിന്ന അരക്ഷിതാവസ്ഥകൾ ഉണ്ടാകും, മഹായുദ്ധങ്ങൾ ഉണ്ടാകും, സംഘട്ടനങ്ങൾ ഉണ്ടാകും, വലിയ വലിയ രോഗങ്ങൾ ഉണ്ടാകും. ആ സന്ദർഭത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് ജീവിക്കേണ്ടതിന്റെ അനിവാര്യതകളെ കുറിച്ച് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീനയിലെ മസ്ജിദുൻ നബവിയിൽ നിന്ന് ലോകത്തോട് സംസാരിച്ചു മുഹമ്മദ് മുസ്തഫ. എന്തേ കാര്യം? ഖത്മുർ റസൂൽ മൗലായ കുൽ ജിസ്മേ ഗുബാർ രാഹ് കോ ബഖ്ശാ फरोग वादी सीना निगाह इश्क़ो मस्ती में वही अव्वल वही आखिर वही कुरान वही फुरकान वही ताहा वही यासीन. ആദരവായ മുഹമ്മദ് മുസ്തഫ തന്നിൽ വിശ്വസിച്ച 1,00,000 വരുന്ന സ്വഹാബികൾ അവരുടെ സുരക്ഷിതത്വം മാത്രമല്ല ആഗ്രഹിച്ചത്, നമ്മളെ ആഗ്രഹിച്ചു, നമ്മുടെ രക്ഷ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഇത് കുഴിയാണ് എന്ന് പറഞ്ഞത്, ഇത് ചെളിയാണ് എന്ന് പറഞ്ഞത്. നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് അവിടുന്ന് ദീർഘദർശനം ചെയ്തത് അവിടുന്ന് മാർഗം കാണിച്ചയാളാണ് നബിയുന മുഹമ്മദ് മുസ്തഫ. എല്ലാ കാര്യങ്ങളും പറഞ്ഞു. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവിടുന്ന് പറഞ്ഞത് കേവലം ഇന്ന് നമ്മൾ കാണുന്ന പ്രവാചകന്മാരെ പോലെ പ്രവചിക്കുന്ന ആളായിട്ടല്ല. അവിടുന്ന് ഒരു കാര്യം പ്രവചിച്ചാൽ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ ഫസ്തവാ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ഒരു കാര്യം പറയുമ്പോ അതൊരിക്കലും ദേഹേച്ഛയിൽ നിന്ന് പറയുന്ന കാര്യമല്ല, സ്വന്തം അഭിപ്രായം പറയല്ല, അവനവന് തോന്നുന്ന ഒരു കാര്യം വിളിച്ചു പറയല്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അല്ലാഹു തആല ദിവ്യബോധനത്തിലൂടെ നൽകിയ ജ്ഞാനങ്ങൾ മാത്രമാണ്. അങ്ങനെ പറഞ്ഞ റസൂലുള്ളാഹിന്റെ ഹദീസ് നോക്കൂ നിങ്ങൾ. മാ ബൈന ഖൽഖി ആദമ ഇലാ ഖിയാമിസ് സാഅ അംറുൻ അക്ബർ മിനദ് ദജ്ജാൽ. ആദം അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പ് മുതൽ ഖിയാമത്ത് നാൾ വരെ ദജ്ജാലിനേക്കാൾ ഭീകരമായ ഒരു സംഗതി ലോകത്ത് വരാനില്ലെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. നിങ്ങളെന്താ സ്വലാത്ത് ഉറക്ക ചൊല്ലാത്തത്? മുഹമ്മദ് മുസ്തഫ അതെത്ര ഭീകരായിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? പഠിക്കണം. ഇത്ര വലുതാണോ? ചിന്തിക്കണം. ഈ ലോകത്ത് എന്തൊക്കെയുണ്ടായി? മഹായുദ്ധങ്ങളുണ്ടായി, എത്രയോ ആക്രമണങ്ങളുണ്ടായി, പട്ടിണിയും പരിവട്ടവും ദാരിദ്ര്യവും ഉണ്ടായി, ലോകത്തെ പിടിച്ചു കുലുക്കിയ നിരവധി സംഭവങ്ങളുണ്ടായി. പക്ഷേ ആ സംഭവങ്ങളൊന്നും ഒന്നുമല്ല, അതൊക്കെ തീർത്തും അപ്രസക്തമാകും എപ്പോ? ദജ്ജാല് വന്നാൽ, അവൻ ഈ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടാൽ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? വിശ്വാസി എന്താ ചെയ്യാ? ഒരു മുഅ്മിൻ എന്താ ചെയ്യാ? ആ ചെയ്യേണ്ട രൂപങ്ങളിൽ ഒന്ന് ഹബീബായ മുഹമ്മദ് നബി പറയാണ്, ബാദിറൂ ബിൽ അഅ്മാലി സബ്ആ. 7 കാര്യം നിങ്ങളിലേക്ക് വരുന്നതിന്റെ മുമ്പ് ബാദിറൂ ബിൽ അഅ്മാൽ, നിങ്ങൾ വേഗത്തിൽ അമൽ ചെയ്തോളൂ. അതാണ് മാതൃക, അതാണ് മാർഗം. നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തോളൂ, നിങ്ങൾ ദുആ നിസ്കരിച്ചോളൂ, നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്തോളൂ, നിങ്ങൾ അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോളൂ, നിങ്ങൾ മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്തോളൂ, നിങ്ങൾ സമുദായത്തിന് സേവനം ചെയ്തോളൂ. ബാദിറൂ ബിൽ അഅ്മാൽ. കട്ടപിടിച്ച പൂരാക്കൂടിനുൾ പോലെ അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന ഭീതിതമായ
നിരവധി കുഴപ്പങ്ങൾ ലോകത്ത് വരാൻ പോവുകയാണ്. അതിന്റെ മുമ്പ് നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തോളൂ. ഈ ഭീകരമായ പ്രതിസന്ധികളിൽ ഒന്നായിട്ട് റസൂലുള്ള എണ്ണാണ്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ദജ്ജാൽ വരുന്നതിനെയല്ലാതെ? അവൻ വന്നാൽ പിന്നെ നിങ്ങൾക്ക് നല്ലത് ചെയ്യാൻ കഴിയില്ല. അവൻ വന്നാൽ പിന്നെ നിങ്ങൾക്ക് അള്ളാഹുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ചിന്തിക്കണം. ഇതിൽ വിശ്വസിക്കുന്ന നിരവധി വിഭാഗങ്ങളുണ്ട്. നമ്മൾ കരുതും ദജ്ജാൽ എന്ന് പറയുന്ന ആളെക്കുറിച്ച് നമ്മൾ മാത്രമാണ് വിശ്വസിക്കുന്നത് എന്ന്. അല്ല, ദജ്ജാലിനെ കാത്തിരിക്കുന്ന വലിയ ഒരു വിഭാഗമുണ്ട്. മുസ്ലിങ്ങളെക്കാളും കൂടുതൽ അവനെ ആവേശപൂർവം സ്വീകരിക്കാൻ തയ്യാറായ വിഭാഗമാരാന്നറിയോ? അവർ ജൂതന്മാരാണ്. എന്തുകൊണ്ടെന്നാൽ ദജ്ജാൽ അവൻ വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ അവന്റെ മുമ്പ് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിനെയാണ്. ദജ്ജാലിനെ കൊല്ലാൻ വേണ്ടി ഈസാ അലൈഹിസ്സലാം വരുമെന്നും നമ്മളെല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നു. ഈസാ അലൈഹിസ്സലാം ആകട്ടെ ക്രൈസ്തവ ലോകം പ്രതീക്ഷിക്കുന്നയാളാണ്. ഈസാ അലൈഹിസ്സലാമിനെ പ്രതീക്ഷിക്കുന്നു. ഈ മുസ്ലിം സമുദായം മഹ്ദി ഇമാമിനെ പ്രതീക്ഷിക്കുന്നു. ദജ്ജാലിന്റെ ഭീകരതയെ കാത്തിരിക്കുന്നു. എന്നാൽ ഈ ജൂതനുണ്ടല്ലോ, മനുഷ്യത്വത്തിന്റെ ശത്രുവായ ജൂതൻ, എല്ലാ അധർമ്മങ്ങളുടെയും ഉപാസകനായ ജൂതൻ, എല്ലാ വൃത്തികേടും ലോകത്തുണ്ടാകണമെന്നാഗ്രഹിക്കുന്ന ഈ ജൂതനുണ്ടല്ലോ, അവന്മാരുടെ നേതൃത്വത്തിൽ അവർ പ്രതീക്ഷിക്കുന്നത് ദജ്ജാലിന്റെ ആഗമനമാണ്. അവൻ വരണം എന്നാണ് അവരെല്ലാവരും കാത്തിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കതിലേക്കൊക്കെ വരാം. അവനെ കാത്തിരിക്കുന്ന നിരവധി വിഭാഗങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾ നോക്കൂ, എത്ര കാലമായി നമ്മൾ നിസ്കരിക്കാൻ തുടങ്ങിയിട്ട്, ഈ തലമുറ എത്ര കാലമായി നിസ്കാരത്തിൽ ഏർപ്പെടാൻ തുടങ്ങിയിട്ട്. ആ കാലങ്ങളിലൊക്കെ അള്ളാഹുവിനോട് നിസ്കാരത്തിൽ നിന്ന് പൂർത്തീകരിക്കുന്നതിന്റെ തൊട്ടുമുമ്പായി റബ്ബിനോട് ദുആ ചെയ്യുന്ന ദുആ നിങ്ങൾ ആലോചിക്കൂ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. അല്ലേ, നിസ്കാരത്തിൽ ദുആ വളരെ അപൂർവമാണ്. അല്ലേ, ദിക്ർ ചൊല്ലും, നിസ്കാരത്തിൽ തസ്ബീഹ് ചൊല്ലും. ദുആ അല്ലാഹുവിനോട് പറയുന്ന ദുആകളില്ല എന്നല്ല, ഇടക്കിടക്ക് ചില ദുആകളുണ്ട്. നിസ്കാരത്തിന്റെ അർത്ഥം തന്നെ അസ്വലാ എന്ന് പറഞ്ഞാൽ ദുആ എന്നാണ്. ആ ദുആയിൽ ഏറ്റവും നന്നായി റബ്ബിനോട് നമ്മൾ പറയേണ്ട കാര്യം ആ നിസ്കാരത്തിൽ നിന്ന് പൂർത്തിയാകുന്നതിന്റെ മുമ്പ്, നിസ്കാരം പൂർത്തിയാക്കുന്നതിന്റെ മുമ്പ് നമ്മൾ അല്ലാഹുവിനോട് പറയാണ്. ഏതാണത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. അല്ലാഹുവേ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഖബറിന്റെ ഏകാന്തതയിൽ നിന്ന്, അവിടെയുള്ള ശിക്ഷയിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുകയാണ്. പിന്നെയോ വമിൻ അദാബിൻ നാർ, നരകത്തിലെ ശിക്ഷയിൽ നിന്നും കാവൽ തേടുന്നു. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്, ജീവിതത്തിന്റെയും മരണത്തിന്റെയും കുഴപ്പങ്ങളിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ തേടുകയാണ്. നിസ്കാരം തീരാൻ പോവാണ്, അതിന്റെ മുമ്പ് ഒരു കാവൽ കൂടെയുണ്ട്. വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാലിന്റെ കുഴപ്പത്തിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ തേടും. അത് കഴിഞ്ഞിട്ട് വിശ്വാസി പറയുന്ന കാര്യം എന്താണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വലതുഭാഗത്തേക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. രണ്ടു ഭാഗത്തേക്കും നമ്മൾ സലാം വിട്ടു. ചിന്തിച്ചു നോക്കണം. നമ്മൾ ദജ്ജാലിനെ പറഞ്ഞാൽ തൊട്ടുടനെയായി രണ്ട് ഭാഗത്തേക്കും ഒരു വിശ്വാസി രക്ഷയെ തേടുകയാണ്, സലാമിനെ തേടുകയാണ്. പണ്ഡിതന്മാര് പറയുന്നത് കാണുവാൻ കഴിയും. ദജ്ജാൽ ഈ ലോകത്ത് വന്നു കഴിഞ്ഞാൽ ഹദീസിലുള്ള കാര്യം, ഫആസ യമീനൻ വആസ ശിമാലാ
വലതുഭാഗത്തവൻ കുഴപ്പങ്ങളെ വ്യാപകമാക്കും, ഇടതുഭാഗത്തും അവൻ കുഴപ്പങ്ങളെ വ്യാപകമാക്കും. അതുകൊണ്ട് തന്നെ ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി ഈ ലോകത്ത് വന്നു കഴിഞ്ഞാൽ വലത്തും ഇടത്തും കുഴപ്പമുണ്ടാക്കുന്നതാണല്ലോ അവൻ. നമ്മൾ വിശ്വാസികൾ അങ്ങനെയല്ല. എവിടെയൊക്കെ കുഴപ്പമുണ്ടോ അവിടെ അള്ളാഹുവിനോട് രക്ഷ തേടുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വലതുഭാഗത്തുള്ള എല്ലാ ജീവജാലങ്ങളും, എല്ലാ വിശ്വാസികളും, എല്ലാ മലക്കുകളും നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. ഇടതുഭാഗത്തും അങ്ങനെ തന്നെയാണ്. കുഴപ്പമുണ്ടാക്കുന്ന ദജ്ജാലിനെതിരായി വിശ്വാസിയുടെ ഒരു തേട്ടമാണ് അല്ലാഹുവേ നിന്റെ രക്ഷ ഈ ലോകത്ത് മുഴുവനും ഉണ്ടാക്കണമേ എന്ന കാര്യം ചിന്തിക്കണം. ഇവിടെ നമ്മൾ ഗൗരവത്തോടെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുന്ന ഒരു കാര്യം ദജ്ജാൽ ഇപ്പോൾ ഉണ്ടോ ഇല്ലേ എന്നതാണ്. എന്താണ് നമുക്കതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുക? ദജ്ജാൽ ഇപ്പോൾ ഉണ്ട്, അതിനാണ് കൂടുതൽ സാധ്യതയുള്ളത്. അവൻ ഉണ്ട് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ദജ്ജാൽ എന്ന പേരിൽ ആയിരിക്കില്ല അവൻ പ്രത്യക്ഷപ്പെടുന്നത്. ദജ്ജാൽ എന്നത് വിശ്വാസികൾ അവനെ സംബന്ധിച്ച് പറയുന്ന ഒരു പേര് മാത്രമാണ്. അവൻ വന്നിട്ട് എൻ്റെ പേര് ദജ്ജാലാണ്, അല്ലെങ്കിൽ മക്കൾക്ക് ദജ്ജാൽ എന്ന് പേരിട്ടത് കൊണ്ട് അവർ ദജ്ജാൽ ആയിക്കൊള്ളുന്നില്ല. അതൊരു ചീത്ത പേരാണ്. അങ്ങനെയാണ്. ഏതുപോലെ ഇബ്ലീസ് എന്ന് പറയുന്നത് പോലെ. ഇബ്ലീസിന്റെ പേര് യഥാർത്ഥത്തിൽ ഇബ്ലീസ് എന്നല്ല, ഇബ്ലീസിന്റെ പേര് അസാസീൽ എന്നതാണ്. ഇബ്ലീസ് വാനലോകത്തുള്ള മലായികത്തുൽ കിറാമിന്റെ ഉസ്താദായിരുന്നു. ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ അവൻ തയ്യാറാവാതിരുന്നപ്പോ, അവൻ മര്യാദകേട് കാണിച്ചപ്പോ, അള്ളാഹുവിനെ അവൻ ധിക്കരിച്ചപ്പോ, അല്ലാഹു തആലയുടെ കാരുണ്യത്തിൽ നിന്ന് നിരാശനായതുകൊണ്ടാണ് ഇബ്ലീസ് എന്ന് നമ്മൾ അവനെ പറ്റി പറയുന്നത്. അത് നമ്മൾ പറയുന്ന പേരാ, അള്ളാഹു പറയുന്ന പേരാണ്, ഖുർആൻ പറയുന്ന പേരാണ്. എന്നതുപോലെ ദജ്ജാൽ എന്ന പേര് അവനെ സംബന്ധിച്ച വരാനിരിക്കുന്ന മഹാപ്രതിഭാസത്തെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന പേരാണ് അവൻ ദജ്ജാലാണ് എന്നത്. എന്താണ് ആ പേരിന്റെ അർത്ഥം? നമ്മൾ അതിന്റെ കൂടെ പറയുന്നത് മസീഹ് ദജ്ജാൽ എന്നാണ്. മസീഹ് എന്ന് ഈസാ അലൈഹിസ്സലാമിനെ സംബന്ധിച്ചും പറയും. ഈസാ നബിയെ കുറിച്ച് മിഷിഹ എന്ന് പറയുന്നത് പോലെ ഈസാ നബിയെ കുറിച്ച് പറയുന്ന വാക്കാണ് മിഷിഹ. നമ്മുടെ ക്രൈസ്തവരായ സഹോദരന്മാർ ഈശോ മിഷിഹാക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പരസ്പരം അഭിവാദ്യമായിട്ട് പറയാറുണ്ട്. മിഷിഹ ആ വാക്കാണ് മസീഹ്, പരിശുദ്ധൻ, സത്യസന്ധൻ, അസ്വാദിഖ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. എന്നാൽ മസീഹു ദജ്ജാൽ എന്ന് പറഞ്ഞാലോ ലോകത്ത് മുഴുവൻ വിട്ടുകിടക്കുന്നവൻ, ഒരു തടസ്സവുമില്ലാതെ ഉദ്ദേശിച്ച ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നവൻ, അവനാണ് മസീഹു ദജ്ജാലിലെ മസീഹ്. ദജ്ജാൽ എന്ന് പറഞ്ഞാലോ അൽ കള്ളാബ്, കള്ളം പറയുന്നവൻ എന്നാണ് അർത്ഥം. അവൻ കള്ളം പറയും. ആ കള്ളത്തെ അവൻ സത്യത്തോട് കൂട്ടിച്ചേർക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കസ്സാബൂന, കള്ളം പറയുന്ന മഹാകള്ളന്മാരായ ദജ്ജാലുകൾ ലോകാവസാനത്തോടനുബന്ധിച്ച് നിങ്ങളിലേക്ക് വരും. അവർ നിങ്ങളോട് സംസാരിക്കും. നിങ്ങളോ നിങ്ങളുടെ പ്രപിതാക്കന്മാരോ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത നിരവധി കള്ളങ്ങൾ അവർ നിങ്ങളോട് പറയും. നിങ്ങൾ അവരെ സൂക്ഷിക്കണേ, നിങ്ങൾ അവരുടെ കുഴപ്പത്തിൽ നിന്ന് നിങ്ങളെയും സൂക്ഷിക്കണേ എന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കള്ളം പറയുന്നവർ എന്ന അർത്ഥത്തിലാണ് ദജ്ജാലൂൻ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇങ്ങനെ കള്ളം പറയുന്നവരെ ദജ്ജാൽ എന്ന് വിളിക്കാം. എന്തുകൊണ്ടെന്നാൽ ലാ തഖൂമുസ്സാഅ, ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല, ഹത്താ യുബ്അസ ദജ്ജാലൂന കസ്സാബൂന ഖരീബും മിൻ 30,
30ഓളം ദജ്ജാലുകൾ, യഥാർത്ഥ ദജ്ജാൽ വരുന്നതിന്റെ മുമ്പ് കടന്നു വരും എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അങ്ങനെ എല്ലാവരും വന്നിട്ട് അവസാനമായിരിക്കും അൽ അഅ്വറുൽ കദ്ദാബ്, ഒറ്റക്കള്ളനായ മഹാകള്ളനായ ദജ്ജാൽ കടന്നു വരുന്നത് എന്നും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, അങ്ങനെയുള്ള ദജ്ജാലുകൾ വന്നിട്ടുണ്ടോ? ചിലരെയൊക്കെ പഠിക്കുമ്പോൾ, ചിലരെയൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നിപ്പോവാണ് ഇവർ ദജ്ജാൽ തന്നെയായിരിക്കും. ചിലപ്പോൾ പ്രാദേശികമായിട്ടുള്ള ദജ്ജാലായിരിക്കും, സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള ദജ്ജാലായിരിക്കും, ചിലപ്പോൾ ലോകാടിസ്ഥാനത്തിലുള്ള ദജ്ജാലായിരിക്കും. എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ കള്ളത്തിലൂടെ ലോകത്ത് എത്രയോ സത്യങ്ങൾ തമസ്കരിക്കപ്പെടും. അവര് പറഞ്ഞ ദുർമാർഗങ്ങൾ ഈ ലോകം അംഗീകരിക്കും. പലരും ആ ദുർമാർഗത്തിന്റെ തെമ്മാടിത്തരത്തിന്റെ പിന്നാലെ പോകും. അങ്ങനെ ലോകത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന 30ഓളം ദജ്ജാലുകൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെ കാണാൻ കഴിയുന്ന ഒരാളാണ് ചാൾസ് ഡാർവിൻ. ജൂതനായിരുന്നു. ചാൾസ് ഡാർവിൻ എന്താ ചെയ്തത്? തൗഹീദിന്റെ ഏറ്റവും ശക്തമായ ദർശനത്തെ നിഷേധിച്ചു. എന്തിനെ നിഷേധിച്ചു? അല്ലാഹുവാണ് മനുഷ്യനെ പടച്ചത് എന്നും ആദം നബി അലൈഹിസ്സലാം ആദ്യത്തെ മനുഷ്യനായിരുന്നു എന്ന കാര്യത്തെയും ഈ ദജ്ജാലായ ചാൾസ് ഡാർവിൻ നിഷേധിച്ചു. ഇയാൾ പറഞ്ഞത് എന്താണ്? കുരങ്ങിന്റെ വാല് മുറിഞ്ഞിട്ടാണ് മനുഷ്യനുണ്ടായത് എന്നുള്ളതാണ്. ഞാൻ വിചാരിച്ചിരുന്നു പഴയ കാലത്തൊക്കെ പടച്ചോനെ ഇത് കുറേ കാലം മുമ്പ് കാലഹരണപ്പെട്ടു പോയൊരു വിശ്വാസമാണെന്ന്. അല്ല, ഈ അടുത്ത് ബാലരമ ഡൈജസ്റ്റിൽ മനുഷ്യോൽപത്തിയെക്കുറിച്ച് ഇറങ്ങിയ ഒരു ഡൈജസ്റ്റ് വായിച്ചു നോക്കിയപ്പോൾ ശാസ്ത്രം ഇതിനെ സംബന്ധിച്ച് പറയുന്നത് ഇന്നാളിന്ന രൂപത്തിലാണെന്ന് പറഞ്ഞിട്ട് ഡാർവിനിസത്തെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. ഇന്നും അങ്ങനെയാണ് പഠിപ്പിക്കപ്പെടുന്നത് സ്കൂളുകളിലും. അതുപോലെ അത് മനുഷ്യോൽപത്തിയെക്കുറിച്ച് എവിടെയൊക്കെ പറയപ്പെടുന്നുണ്ടോ ചാൾസ് ഡാർവിൻ പറയുന്ന ഒരിക്കലും നീതീകരിക്കാൻ കഴിയാത്ത ഈ വിശ്വാസ പറയുന്നത്. ലോകത്തിനിതേ പറയാൻ കഴിയുള്ളൂ. കാരണം അതല്ലാത്തൊന്ന് പറഞ്ഞാൽ പിന്നെ അവർ ഇസ്ലാമിനെ അംഗീകരിക്കേണ്ടി വരും, ഖുർആൻ അംഗീകരിക്കേണ്ടി വരും. ഖുർആൻ പറഞ്ഞ ആദം അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പ് അത് ശരിയായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടി വരും. അതിന് കഴിയില്ലല്ലോ. അതുകൊണ്ട് ഇനി മറ്റൊരു മാർഗമില്ല അവർക്ക്. അതുകൊണ്ട് ചാൾസ് ഡാർവിൻ പറയുന്നതിന് അംഗീകരിക്കുന്നു എന്ന് മാത്രം. ചാൾസ് ഡാർവിൻ ഈ കാലഘട്ടം കണ്ട ഏറ്റവും വലിയ ഒരു ദജ്ജാലാണ്. മുസൈലിമത്തുൽ കദ്ദാബ ഗണത്തിൽപ്പെട്ടയാളായിരുന്നു. ഇങ്ങനെ ലോകത്ത് കള്ളം പറഞ്ഞ് അസത്യങ്ങൾ പ്രചരിപ്പിച്ച് ലോകത്തുള്ള ജനങ്ങളെ കുഴപ്പത്തിലാക്കിയ, തിന്മകളിലേക്ക്, അധർമ്മങ്ങളിലേക്ക്, അരാജകത്വങ്ങളിലേക്ക് കൊണ്ടുപോയ ആളുകളൊക്കെ യഥാർത്ഥ ദജ്ജാല് വരുന്നതിന്റെ മുമ്പ് ദജ്ജാലായി കടന്നു വരുന്നവരാണ്. അപ്പൊ മറ്റൊരു വിഷയം, ഇപ്പൊ ദജ്ജാലുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ദജ്ജാലിനെ കാണാത്തത്? നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മദ്രസകളിലൊക്കെ ദജ്ജാല് വരും എന്നുള്ള ആ അടയാളം പറയുമ്പോ എന്താ പറയാ? ഖുറൂജുദ് ദജ്ജാൽ, ദജ്ജാലിന്റെ ആഗമനം എന്നതാണ്. ദജ്ജാലിന്റെ രംഗപ്രവേശം. അവൻ എവിടെയോ ഉണ്ട്, അവിടെ നിന്ന് അവനിങ്ങ് പുറത്തു വരുന്ന ഒരു സംഗതിയായിരിക്കും ഉണ്ടാവുക. മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇപ്പോഴുണ്ടായിട്ടും എന്താണ് നമ്മൾ ദജ്ജാലിനെ കാണാത്തത് എന്ന്. കാരണം മുഅ്മിനാരാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ ഉദ്ദേശിക്കുന്നത് മാത്രമേ കാണിച്ചു തരികയുള്ളൂ, അവൻ തീരുമാനിക്കാത്തത് കാണിച്ചു തരികയില്ല എന്ന് വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ദിവസമായ ഇന്ന് നമ്മൾ പാരായണം ചെയ്തില്ലേ? സൗണ്ട് നമ്മുടെ കൂട്ട്. പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫ് ഇന്ന് നമ്മൾ പാരായണം ചെയ്തില്ലേ? മഹാന്മാരായ അസ്ഹാബുൽ കഹ്ഫിന്റെ മദ്ഹ് പറഞ്ഞു ഇന്ന് നമ്മൾ. എന്താണ് അസ്ഹാബുൽ കഹ്ഫിന്റെ പ്രത്യേകത? ആ മഹാന്മാരായ ഉന്നതരായ അസ്ഹാബുൽ കഹ്ഫ് ഉണ്ടല്ലോ, 309 കൊല്ലക്കാലം ആ സമുദായത്തിൽ നിന്ന് മറഞ്ഞു ജീവിച്ചവരായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അസ്ഹാബുൽ കഹ്ഫ് ആ ജനങ്ങളുടെ തൊട്ടടുക്കലുള്ള വലിയ ഒരു മലയുടെ അപ്പുറത്തുള്ള ഒരു ഗുഹയിൽ താമസിക്കുന്നുണ്ടായിരുന്നു. ഒന്നും രണ്ടുമല്ല, 309 കൊല്ലം കഴിഞ്ഞിട്ടാണ് അസ്ഹാബുൽ കഹ്ഫിന് ആ ഗുഹാവാസികളായ ആളുകളെ
തൊട്ടടുക്കലുള്ള ആളുകൾക്ക് അല്ലാഹു തആല കാണിച്ചു കൊടുക്കുന്നത്. ചിന്തിക്കണം നമ്മൾ. ഇന്നും ഈ ലോകത്ത് ഈ ഭൂമിയെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോ മനുഷ്യന്റെ കണ്ണെത്താത്ത എത്രയോ ഭാഗങ്ങൾ ഇന്നും ഭൂമിയിലുണ്ട്. എത്രയോ ദ്വീപുകൾ, വെളിച്ചം കടന്നു ചെല്ലാത്ത എത്രയോ ഇടങ്ങൾ. ആ ഇടങ്ങളിലൊക്കെ മനുഷ്യന്റെ ജീവനുകൾ ഉണ്ടാകാം, അതല്ലെങ്കിൽ ജീവനുകൾ ഉണ്ടാകാം, അതല്ലെങ്കിൽ ഇതുപോലെ അല്ലാഹു തആല നിശ്ചയിച്ച അത്ഭുതങ്ങൾ അവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാകാം. നമ്മൾ കാണുന്നില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒന്ന് വരുന്നില്ല എന്ന് തീരുമാനിക്കാൻ നമുക്കാർക്കും യാതൊരു അവകാശവുമില്ല, അർഹതയില്ല എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയുവാനുള്ളത്. അള്ളാഹുവിന്റെ നാമത്തിൽ ഒന്ന് തന്നെ സത്താർ എന്നതാണ്. നമ്മൾ പേരൊക്കെ ഇടും, നമ്മുടെ സത്താർ സാഹിബിന്റെ പേര് പോലെ സത്താർ എന്ന് പറഞ്ഞതുപോലെ. എന്താ സത്താർ എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുന്നവൻ എന്നാണ് അർത്ഥം. മറച്ചു വെക്കും അല്ലാഹു തആല. അത് ദോഷങ്ങളെ മറച്ചു വെക്കുന്നതാവാം, അതല്ലെങ്കിൽ മനുഷ്യന്റെ ശരീരത്തിന്റെ ആന്തരാവയവങ്ങളെ മറച്ചു വെക്കുന്ന അല്ലാഹു ആകാം. ഇതുപോലെയുള്ള അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങളെ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് മറച്ചു വെക്കുന്ന രീതിയായതുകൊണ്ടാകാം ആ അല്ലാഹു തആല ദജ്ജാൽ എന്ന് പറയുന്ന ഈ ഭീകരനെ ഇന്നത്തെ ലോകത്ത് നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിശ്ചയിക്കുന്ന സമയത്ത് ദജ്ജാൽ കടന്നു വരുന്നതാണ്. പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്ന കാര്യം, ഈ ദജ്ജാൽ ആരാണ്, ആരിലൂടെയാണ് ഈ ദജ്ജാൽ ഉണ്ടായത് എന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. ചിലർ പറയുന്നു ഹബീബായ നബിയുടെ കാലത്തുണ്ടായ ഒരു കുട്ടിയാണ് പിൽക്കാലത്ത് ദജ്ജാലായി രൂപാന്തരപ്പെടുന്നത് എന്നതാണ്. ചില പ്രസംഗത്തിലൊക്കെ നിങ്ങളത് കേട്ടിട്ടുണ്ടാകും. ഞാൻ ആ ഹദീസ് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അന്നംറഅതം മിനൽ യഹൂദി ബിൽ മദീന, മദീനയിലുണ്ടായിരുന്ന ഒരു ജൂത സ്ത്രീ, വലദത ഗുലാമൻ മംസൂഹതൻ ഐനു, ഒരു കണ്ണ് ഇല്ലാത്ത ഒറ്റ കണ്ണനായ ഒരു കുട്ടിയെ ആ സ്ത്രീ പ്രസവിച്ചു. ആ കുട്ടിയുടെ തേറ്റപ്പല്ലുകളൊക്കെ ഇങ്ങനെ പുറത്ത് കാണുന്നുണ്ട്. അങ്ങനെ ഈ വിവരം നബി അറിഞ്ഞപ്പോൾ ഹബീബായ നബിയോട് വന്ന ആളുകൾ ഇങ്ങനെ ഈ കുട്ടിയെ സംബന്ധിച്ച് വിവരം പറഞ്ഞപ്പോൾ നബി വിചാരിച്ചു, പടച്ചോനെ, അല്ലാഹു ദജ്ജാലിനെ പറഞ്ഞേക്കും എന്ന് പറഞ്ഞ ദജ്ജാൽ ഈ കുട്ടിയാകുമോ? ഏതായാലും അല്ലാഹുവിന്റെ റസൂൽ ആ കുട്ടിയെ കാണാൻ തീരുമാനിച്ചു. നബി പോയി. കൂടെ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. രണ്ടാളുകളുണ്ട്. അങ്ങനെ ചെന്നപ്പോൾ ഫവജദഹു തഹത ഖതീഫ, ഒരു ചെറിയ പുതപ്പിനടിയിൽ ഈ കുട്ടി ഇങ്ങനെ കിടക്കുന്നത് കണ്ടു. അങ്ങനെ നബി, അവൻ സംസാരിക്കുന്നുണ്ട്, അത്ഭുതങ്ങൾ കാണിക്കുന്നു എന്നാണ് ജനങ്ങൾക്കിടയിൽ പറയപ്പെടുന്നത്. നബി അവനോട് ചോദിച്ചു, അത്തശ്ഹദു അന്നീ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? അപ്പൊ അയാൾ തിരിച്ച് നബിയോട് ഇങ്ങോട്ട് ചോദിച്ചു, മുഹമ്മദ് നബിയെ, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? റസൂലുള്ള പറഞ്ഞു, ഇല്ല, ഞാൻ അങ്ങനെ പറയുന്നില്ല. ആമൻതു ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലി, ഞാൻ അല്ലാഹുവിനെ കൊണ്ടും അല്ലാഹുവിന്റെ മാലാഖമാരെ കൊണ്ടും അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങളെ കൊണ്ടും പ്രവാചകന്മാരെ കൊണ്ടും വിശ്വസിക്കുന്നയാളാണ്. അല്ലാതെ നീ റസൂലാണ് എന്ന് ഞാൻ വിശ്വസിക്കൂല. എന്നിട്ട് റസൂൽ അയാളോട് കുറെ സംസാരിച്ച കൂട്ടത്തിൽ ഹബീബായ റസൂലുള്ളാഹി ഇയാളോട് ചോദിച്ചു, മാലാ തറാ, നിനക്കിപ്പോ എന്താ കാണാൻ കഴിയുന്നത്? ഈ അത്ഭുതങ്ങളൊക്കെ നീ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? അയാൾ പറഞ്ഞു, ഞാനിങ്ങനെ വെള്ളത്തിന് മുകളിൽ വലിയ ഒരു സിംഹാസനം കാണുന്നുണ്ട്, അവിടെ ഇന്നാളിന്ന അത്ഭുതങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ കുറെ അത്ഭുതങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഇത് ദജ്ജാലൊന്നുമല്ല, അവന് കുറെ പൈശാചികമായ ബാധയേറ്റതാണ്, അവന് നിങ്ങൾ വിട്ടേക്കൂ. ഈ വിവാദ നായകനെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കൊല്ലാൻ തീരുമാനിക്കുകയും തന്റെ വാളെടുത്ത് അങ്ങ് വെട്ടുകയും ചെയ്തപ്പോൾ ആ വാള് നേരെ തിരിച്ച് ഉമർ തങ്ങളെ തന്നെ തിരിഞ്ഞു വെട്ടി. അതുകൊണ്ടിട്ട് ഉമർ അള്ളാന്റെ നെറ്റിയിൽ മുറിവേറ്റു.
നബി ചോദിച്ചു, ആരാ ഉമറെ നിങ്ങളോട് വെട്ടാൻ പറഞ്ഞത്? എന്തേ? ഇതെങ്ങാനും മസീഹുദ് ദജ്ജാൽ അല്ലെങ്കിൽ പിന്നെ എന്തിനു നീ കൊല്ലണം? കൊന്നിട്ട് കാര്യമില്ലല്ലോ. ഇനി അഥവാ ഇത് മസീഹുദ് ദജ്ജാലാണ് എന്ന് വിചാരിക്കുക, കൊല്ലണ്ടയാൾ നീയല്ലല്ലോ ഉമറേ, കൊല്ലണ്ടയാൾ ഇബ്നു മറിയമായ മസീഹ് ഈസാ അലൈഹിസ്സലാമാണല്ലോ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കണം നമ്മൾ, ഇവൻ വലിയ നാശകാരിയാണ്. ജിന്നുകളിൽ നിന്ന് അല്ലാഹു തആല പിശാചുക്കളെയാണ് നമ്മുടെ ദുർമാർഗത്തിലേക്കുള്ള പ്രേരകന്മാരായി നിശ്ചയിച്ചിട്ടുള്ളത്. അവരാണ് തെറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോവുക, പിശാചുക്കൾ. എന്നാൽ മനുഷ്യരിൽ നിന്ന്, നമ്മെ പോലെയുള്ള മനുഷ്യരിൽ നിന്ന് അല്ലാഹു തആല നമ്മെ പിഴപ്പിക്കാൻ വേണ്ടി നിശ്ചയിക്കുന്ന ആൾ ദജ്ജാലായിരിക്കും. ഗൗരവത്തോടെ നമ്മൾ ഉൾക്കൊള്ളണം. അപ്പൊ നമ്മളൊക്കെ കരുതും ഇക്കാലഘട്ടത്തിൽ ദജ്ജാൽ വന്നാൽ ഉറപ്പായിട്ടും നമുക്ക് ദജ്ജാലിനെ തിരിച്ചറിയാൻ കഴിയും. വെറും തെറ്റിദ്ധാരണയാണ്, വെറും തെറ്റിദ്ധാരണയാണ്. നമ്മളൊക്കെ ഇപ്പൊ ഉറപ്പിക്കും, നാളെ മലപ്പുറത്ത് ദജ്ജാൽ വരുന്നുണ്ട് എന്ന് കേട്ടാൽ അത് ദജ്ജാലാണെന്ന് ഞാൻ തിരിച്ചറിയുകയും ആ ദജ്ജാലിനോട് കൂടാതെ ഞാൻ പൂർണ്ണ വിശ്വാസിയായി ജീവിക്കുകയും ചെയ്യും എന്ന് നമ്മളൊക്കെ വിചാരിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പക്ഷേ അത് ഏറെ പ്രയാസകരമായ ഒരു കാര്യമാണ്. ദജ്ജാൽ വരാനുള്ള അരങ്ങൊരുങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. കണ്ടില്ലേ, അമേരിക്കയിൽ പുതിയ പ്രസിഡന്റ് വരാൻ പോകുന്നു, ഡൊണാൾഡ് ട്രംപ്. ലോകം മുഴുവൻ പ്രതീക്ഷിച്ചിരുന്നത് ഹിലരി ക്ലിന്റൺ പ്രസിഡന്റ് ആകും എന്നതായിരുന്നു. അവര് വലിയ ആളായത് കൊണ്ടൊന്നുമല്ല, പക്ഷേ ട്രംപിന്റെ സ്വഭാവവും ഡൊണാൾഡ് ട്രംപിന്റെ വിളംബരവും ഒക്കെ കേൾക്കുമ്പോൾ അത്രയും ഭീതിയായിരുന്നു ലോക ജനതക്കുണ്ടായിരുന്നത്. അമേരിക്കയുടെ പ്രസിഡന്റ് ആര് വന്നാലും അവർക്കൊരൊറ്റ അജണ്ട ഉണ്ടാവുള്ളൂ. അവരുടെ പോക്കും അവരുടെ രീതിയും ലോക പോലീസായിട്ട് നിലനിൽക്കുവാനുള്ള പരിശ്രമങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവർക്ക് യുദ്ധങ്ങൾ ഉണ്ടാക്കണം, ലോകത്ത് അവരുടെ ആയുധങ്ങൾ വിറ്റഴിക്കണം, അതിലൂടെ അവരുടെ സമ്പത്ത് അവർക്ക് വർദ്ധിപ്പിക്കണം, ലോകത്തിന്റെ മുമ്പിൽ എന്നും വലിയ അധികാരികളായിട്ട് അവർ നിലനിൽക്കണം. ഇത് മാത്രമേ അമേരിക്കയുടെ ലക്ഷ്യം ഉണ്ടാവുള്ളൂ. പക്ഷെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് വന്നത് ഈ ലോകത്തിന് വലിയ ഒരു സൂചനയാണ്. നിങ്ങൾ ചിന്തിക്കൂ, അമേരിക്കയുടെ പ്രസിഡന്റുമാരായിട്ട് വന്ന ആളുകൾക്കൊക്കെ പല കുഴപ്പങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നല്ലവർ വ്യക്തികളായിട്ട്, വ്യക്തിഗതമായി, വ്യക്തിപരമായിട്ട് നല്ല ആളുകളായവർ അമേരിക്കയുടെ പ്രസിഡന്റുമാരിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത്രത്തോളം സംസ്കാര ശൂന്യനായ ഒരാൾ അമേരിക്കയുടെ നേതൃസ്ഥാനത്ത് വന്നിട്ടില്ല. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളാണ് ഡൊണാൾഡ് ട്രംപ്. ലോകത്തുള്ള ആദ്യത്തെ ഒരു 500 കാഴ്ചകളുള്ള ആളുകളെ എടുത്താൽ ഇപ്പൊ നമ്മൾ പത്രത്തിൽ കാണുന്നു, വൈറ്റ് ഹൗസിനേക്കാൾ വലിയ കൊട്ടാരത്തിന്റെ ഉടമയാണ് ഡൊണാൾഡ് ട്രംപ്. അയാളുടെ ശമ്പളമൊക്കെ പ്രഖ്യാപിച്ചു. ഞാൻ കൊല്ലത്തിൽ $1 മാത്രമേ ശമ്പളം വാങ്ങുള്ളൂ എന്ന് പ്രഖ്യാപിച്ചു. കാരണം അയാൾക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് ആവശ്യമില്ല. അത്രയും വലിയ സമ്പന്നനാണ്, എല്ലാ രംഗത്തും പയറ്റിത്തെളിഞ്ഞ വലിയ സമ്പന്നനാണ്. ആ സമ്പന്നനായിരിക്കും ഇനി ലോകത്തെ നയിക്കാൻ പോകുന്നത്. അപ്പൊ എന്തായിരിക്കും? എവിടുന്നൊക്കെയാണോ സമ്പത്ത് കിട്ടുക, അതിനുള്ള വളഞ്ഞ മാർഗങ്ങൾ എന്തൊക്കെയാണോ, അതെവിടെയാണോ കൂടുതലുള്ളത്, അത് യുദ്ധം ചെയ്തിട്ടാണെങ്കിലും മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടാണെങ്കിലും അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇനി ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അള്ളാഹു ഈ ലോകത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്നാലും നിങ്ങൾ നോക്കൂ മുഅ്മിനീങ്ങളെ, ഇത്ര സംസ്കാര ശൂന്യനായി സംസാരിക്കുന്നവരാണ് അല്ലേ? അതോടൊപ്പം സ്ത്രീകളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വൃത്തികേടുകളുണ്ടോ അത് മുഴുവൻ ഒരു മടിയും കൂടാതെ പരസ്യമായി ചെയ്യുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആൾ. പരസ്യമായിട്ട് പറഞ്ഞതാണ് അയാളുടെ മകളെ പറ്റി പോലും ഇത്തരം സദസ്സിൽ പറയാൻ പറ്റാത്ത വർത്തമാനങ്ങൾ ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒഴുകി നടന്നിരുന്നു. ഡൊണാൾഡ് ട്രംപ് നഗ്നരായ സ്ത്രീകളുമായി നൃത്തമാടുന്നതും അതുപോലെ അവരുമായുള്ള ഒരിക്കലും ഒരു സാധാരണ മനുഷ്യന് പോലും ചെയ്യാൻ കഴിയാത്ത പ്രവർത്തനങ്ങളും. അമേരിക്കയുടെ നായകനായിട്ട് ഇത്തരം ഒരാൾ വന്നാൽ വൃത്തികേടുകൾ മുഴുവൻ ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ സരളമാണ്. അമേരിക്കയുടെ നേതാവായിട്ട് ഇയാൾ വന്നപ്പോ ആദ്യമായിട്ട് തന്നെ പറഞ്ഞത് എന്താണ്? ഇസ്രായേലുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നുള്ളതാണ്.
കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാജ്യത്തെ ഉണ്ടാക്കിയത് അമേരിക്കയാണ്. ജൂതന്മാരാകട്ടെ അവർ ദജ്ജാലിനെ കാത്തിരിക്കുന്നവരാണ്. ദജ്ജാൽ ഏറ്റവും വലിയ സമ്പന്നനും ദജ്ജാൽ സമ്പത്ത് കൊണ്ടൊരാൾക്കും മറികടക്കാൻ പറ്റാത്ത ആളുമായിരിക്കും. ഏതർത്ഥത്തിൽ നോക്കിയാലും ഇങ്ങനെ പോയാൽ ഈ ലോകത്ത് ദജ്ജാൽ വന്നാൽ അവനെ പിടിച്ചു നിർത്തുന്ന മഹാശക്തികൾ ഈ കാണുന്ന സാമ്രാജ്യത്വ ശക്തികൾ തന്നെയായിരിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ നമ്മൾ ചിന്തിക്കുക, അങ്ങനെ ഒരാള് ദജ്ജാലായിട്ട് വന്ന നമ്മുടെ സ്വഭാവം എന്തായിരിക്കും? ഞാൻ ചോദിക്കട്ടെ, നമുക്കിടയിൽ ഒരു പുതിയ ട്രെൻഡ് വന്നാൽ, അല്ലേ, ഒരു പുതിയ ശൈലി നമുക്കിടയിൽ വന്നാൽ ഒരു മടിയും കൂടാതെ അതിനെ സ്വീകരിക്കുക എന്നുള്ള സ്വഭാവം നമുക്കിടയിൽ ഉണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു സിനിമാ നടൻ മലപ്പുറത്തെ ഒരു ടെക്സ്റ്റൈൽസ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നുണ്ട് എന്ന് സങ്കല്പിക്കുക. എന്താണ് ഒരു മുഅ്മിനിന് അതുമായിട്ട് ബന്ധം? അത് കൊണ്ടുവരാൻ പറ്റുമല്ലേ? നമ്മളെ നിലപാട് എന്തായിരിക്കും അതിൽ? അത് വേറെ കാര്യം. പക്ഷെ ഒരു വിശ്വാസി, ഒരു മുഅ്മിൻ, അല്ലെ, ഇന്നാളിന്ന സിനിമയിൽ അഭിനയിച്ച ഇന്നാളിന്ന കുപ്പായവും ഇന്ന രീതിയിലുള്ള കണ്ണടയും വെച്ച ആള് വരുന്നു എന്ന് കേൾക്കുമ്പോ അങ്ങോട്ട് ഓടിപ്പോവാന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഞാനത് സ്വീകരിക്കുന്നല്ലേ? കറുത്ത ഷർട്ട് ഇട്ടിട്ട് ഒരു സിനിമാ നടനെ അനുകരിക്കുന്ന ഒരു സ്വഭാവം ഒരു കൊല്ലം മുമ്പ് നമുക്കിടയിലൊക്കെ വ്യാപകമായി. കല്യാണത്തിനൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള കണ്ണട വെച്ച് അവരുടെ ശൈലി. ഇനിയിപ്പോ പുതിയതായിട്ട് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. പുതിയ ട്രെൻഡ് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ വന്നാൽ ഓരോന്നിന്റെ പിന്നാലെ പരക്കം പായും. ഫുട്ബോൾ കാലം വന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കും പിന്നെ എല്ലാം. ക്രിക്കറ്റിന് വന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്ന് പറഞ്ഞാൽ പുതിയ ഒരു സംഗതിയുമായിട്ട് ഇവൻ വന്നാൽ അത്രയും വലിയ ഈമാനുള്ളവരല്ലാതെ അതിൽ പിടിച്ചു നിൽക്കില്ല. പ്രത്യേകിച്ച് നമ്മളുടെ പുതിയ കുട്ടികളുടെ കാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. പുതിയ മക്കൾക്ക് നമ്മളിങ്ങനെ മദ്രസയിൽ അവരെ പറഞ്ഞേക്കുന്നുണ്ട്, ഖുർആൻ പഠിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ശരി. പക്ഷേ അതിനേക്കാളും വലിയ വലിയ കാര്യങ്ങൾ അവരുടെ മനസ്സിൽ കയറിക്കഴിഞ്ഞു നമ്മുടെ ടാബ്ലറ്റിലൂടെയും അതുപോലെ നമ്മൾ അവർക്ക് സമ്മാനിച്ചിരിക്കുന്ന ഗെയിമുകളിലൂടെയൊക്കെ. ചിന്തിച്ചു നോക്കൂ, എത്ര മണിക്കൂറാണ് നമ്മുടെ മക്കളൊക്കെ ഗെയിമിന്റെ പിറകിലിരിക്കുന്നത്? 1-2 മണിക്കൂറല്ല, ഒരു ദിവസം 3-4 5 മണിക്കൂർ ടാബ്ലറ്റുകളിൽ ഗെയിം കളിക്കുന്ന മക്കളുണ്ടല്ലോ. അവരുടെ സങ്കല്പങ്ങളും സ്വപ്നങ്ങളൊക്കെ മറ്റൊരു ലോകത്തായിരിക്കും, അല്ലേ? ഐഹിക ലോകത്തെ ഈ ചുറ്റുപാടുകളെയൊക്കെ അവർ മറക്കും. ഇതിനെക്കുറിച്ചൊന്നും അവർക്ക് ബോധം ഉണ്ടാവില്ല. അതിന്റെ പിന്നാലെ അവരിങ്ങനെ പോയാൽ കാർട്ടൂൺ സിനിമകൾ, അല്ലേ, കാർട്ടൂൺ സിനിമകൾ കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ്. നമ്മുടെ എന്താ പറയാ, ഈ 8 മനുഷ്യനെ പോലെയുള്ള ആളുകൾ, അതിന്റെ പേര് ഞാൻ മറന്നുപോയി. ഒരു 8 ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഉണ്ടല്ലോ, എന്താ അവരുടെ പേര്? ചുവന്ന ഇതൊക്കെ ഇട്ടിട്ടുള്ള സ്പൈഡർമാനെ പോലെയുള്ള ആളുകൾ, മായാവിയെ പോലെയുള്ള ആളുകൾ കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ മക്കൾ ഈ സിനിമകളും ഇത്തരം അത്ഭുതങ്ങളും കണ്ട് ഈ അത്ഭുതങ്ങൾ നേർക്കുനേർ കാണിക്കുന്ന ഒരാൾ വന്നാൽ ഈമാൻ കൊണ്ടല്ലാതെ എങ്ങനെ പിടിച്ചു നിൽക്കുക? മുഅ്മിനീങ്ങൾ ചിന്തിക്ക്, ഈമാൻ കൊണ്ടല്ലാതെ എങ്ങനെ പിടിച്ചു നിൽക്കും? അത്രയും ശക്തമായ ഈമാൻ വേണം. എന്നാൽ നമ്മുടെ ഈമാനാണെങ്കിലോ വളരെ ദുർബലമാണ്. ദജ്ജാൽ ലോകത്ത് അത്ഭുതങ്ങൾ കാണിക്കും. അവൻ ഈ ലോകത്ത് വരുന്നത് തന്നെ എല്ലാവരുടെയും ഈമാനിനെ ഇല്ലാതെയാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരിക്കും. ഹബീബായ റസൂലുള്ള പറയാണ്, ഒരിക്കൽ ദജ്ജാൽ ഇങ്ങനെ വന്നാൽ അവൻ ഒരു അറാബിയായ മനുഷ്യന്റെ അടുക്കൽ വരും. അറാബി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ. അവന്റെ അടുക്കൽ വന്നാൽ ആ ദജ്ജാൽ ചോദിക്കും, മനുഷ്യ, നിന്റെ ഒട്ടകം ഞാൻ നിനക്ക് ജീവിപ്പിച്ചു തരട്ടെയോ? അന്നത്തെ ഒട്ടകം, അത് ഇന്നത്തെ വല്ല സമ്പത്തോ ഇന്നത്തെ വല്ല സൗകര്യങ്ങളോ നിനക്ക് ഞാൻ ഉണ്ടാക്കി തരട്ടെയോ? അങ്ങനെ അതവന് ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ടവൻ ചോദിക്കും, മനുഷ്യ, നീ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ നിന്റെ റബ്ബല്ലയോ? അതേ, നീ എന്റെ റബ്ബാണ് എന്നവൻ പറയും. അവന് പിൻഗാമികളാകും. ഹബീബായ റസൂലുള്ള പറയാണ്, ഏതെങ്കിലും ഒരാളുടെ ബന്ധുവോ സഹോദരനോ ഭാര്യയോ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവന്റെ അടുക്കലേക്ക് ദജ്ജാൽ ചെല്ലും. എന്നിട്ട് പറയും,
നിന്റെ മരിച്ചുപോയ ഇന്നയാളെ നിനക്ക് ജീവിപ്പിച്ചു തന്നാൽ നീ എന്നെ ദൈവമായി കാണുമോ, നീ എന്നെ റബ്ബായി കാണുമോ? എന്താ സംശയം? ഉറപ്പാണ്, ഞാൻ നിന്നെ റബ്ബായി കാണുക തന്നെ ചെയ്യും. അങ്ങനെ മരിച്ചവനെ ജീവിപ്പിക്കും ദജ്ജാൽ. ഈ അത്ഭുതങ്ങൾ കണ്ടാൽ മുഅ്മിനേ, ദുർബലമായ ഈമാനുള്ള ഞാനും നിങ്ങളുമൊക്കെ കണ്ടാൽ അത് ദജ്ജാലാണെന്ന് തിരിച്ചറിയാൻ എത്ര വലിയ ഈമാൻ വേണ്ടിവരും നിങ്ങൾക്ക് കാണാൻ. ഇത് റസൂലുള്ള ഇങ്ങനെ പറയുമ്പോ സ്വഹാബികളൊക്കെ വല്ലാതെ ഭയന്നു പോയി, അവർ കരഞ്ഞുപോയി, അവർ പേടിച്ചു. റസൂലുള്ള ഒരല്പസമയം പുറത്തുപോയി. അവിടുന്ന് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ സ്വഹാബികൾ ചോദിച്ചു, നബിയേ, ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ദജ്ജാല് വന്ന് ഈ അത്ഭുതങ്ങൾ കാണിച്ചാൽ ഞങ്ങളെ ഈമാനിനെ എങ്ങനെയാ ഞങ്ങൾ രക്ഷിക്കുക നബിയേ? ഹബീബായ റസൂലുള്ള പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആ സമയത്തുണ്ട് എങ്കിൽ അന ഹജീജ്, ഞാനായിരിക്കും ദജ്ജാലിനെ തടയുന്നയാൾ, ഞാൻ ദജ്ജാലിനെ തടയും. ഇനി അതല്ലെങ്കിലോ ഓരോരുത്തരും അവനവന്റെ കാര്യം നോക്കട്ടെ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെയുള്ളത് കാണാൻ വേണ്ടി പോകരുത്. ഒരാൾ അവിടെ ഇന്ന ആൾ ദൈവം ഇന്നത് കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഇന്ന അത്ഭുതം കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈമാൻ തെറ്റിപ്പോകുമെന്ന് പേടിയുള്ള നമ്മൾ അത് കാണാനും അത് ആസ്വദിക്കുവാനും വേണ്ടി പോവുക എന്നത് തീർത്തും തെറ്റായ ഒരു കാര്യമാണ്. സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു, ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ ചില അടയാളങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലിയ ഒരു ഇടിമുഴക്കമുണ്ടാകും. ആ ഇടിമുഴക്കമുണ്ടായാൽ 70,000 ആളുകൾ ഉടനടി മരിച്ചു പോകും, 70,000 ആളുകൾ ബോധരഹിതനാവും എന്ന് റസൂലുള്ള ഇങ്ങനെ പറഞ്ഞപ്പോൾ അന്ന് ജീവിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി സ്വഹാബികൾ നബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഈ അടയാളങ്ങൾ ഞങ്ങൾ കണ്ടാൽ ഇമാം മഹ്ദി വരാനായിരിക്കുന്നു എന്ന ഈ ഇടിമുഴക്കം ഞങ്ങൾ കണ്ടാൽ ഞങ്ങൾ എന്ത് ചെയ്യണം നബിയേ? ഇടിമുഴക്കണ്ടായി, മഹ്ദി ഇമാമിനെ തെരഞ്ഞു പോവല്ല, മരിച്ചു പോവാന്ന് തെരഞ്ഞു പോവല്ല. ഈ അത്ഭുതം ഇത് അള്ളാഹു നൽകിയ ഒരു പരീക്ഷണമാണെന്ന് മനസ്സിലാക്കിയ ഒരു വിശ്വാസി അവിടുന്ന് പറയാണ്, മല്ലസിമ ബൈത, അവൻ വീട്ടിൽ തന്നെ നിൽക്കട്ടെ, എന്നിട്ടോ വതഅവദ ബിസ്സുജൂദ്, സുജൂദിൽ കിടന്ന് അല്ലാഹുവിനോട് കാവൽ തേടട്ടെ, വജഹറ ബിത്തക്ബീർ, ഒരു പ്രതിസന്ധിയിലും തന്നെ കൈവിടാത്ത അല്ലാഹുവിന്റെ മഹത്വത്തെ അവൻ ഉറക്കെ ഉറക്കെ വാഴ്ത്തട്ടെ എന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ. ഉറക്കെ സ്വലാത്ത് ചൊല്ലു, ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളും അങ്ങനെയാ ചെയ്യേണ്ടത്. ഇപ്പോഴെന്നല്ല, ഈ പ്രതിസന്ധി എന്നല്ല, അങ്ങനെ ഒരു പ്രതിസന്ധി വരുമ്പോ നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്ത് ക്ഷമകേടിലായി നമ്മൾ അതിനെക്കുറിച്ച് പടച്ചോന്റെ വിധിയെ വിധിക്കരിച്ച് നടക്കുന്നതിന് പകരം നമ്മൾ ക്ഷമിക്കുകയും അള്ളാനെ വാഴ്ത്തുകയും അള്ളാഹുവിന് മുമ്പിൽ സുജൂദിലായിട്ട് കിടക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ധർമ്മം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളെ പിന്നിൽ കുറേ ആളുകൾ നിന്ന് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പൊ ഈ മുന്നിക്ക് വല്ലാതെ വലിക്കണോ, അതോ മുന്നത്തെ സൊഫാടെ നിന്നിട്ട് അടുത്തോളം വലിച്ചാൽ മതി അല്ലേ? ഒന്നായിരിക്കുന്ന ആൾക്കാർ അവനായിരിക്കുന്ന കസേര ഒന്നിങ്ങോട്ട് വലിച്ചു, മുമ്പിൽ അവിടെ ഇരിക്കണോ അവിടെ ഇരിക്കും, ഫസ്റ്റ് സൊഫ അവിടെ ഇരിക്കും, രണ്ടാമത്തോര് ഒന്നിങ്ങോട്ട് അടുത്തേക്ക് വലിച്ചാട്ടെ, രണ്ടാമത്തോര് ഇൻഷാ അല്ലാഹ് ഒന്ന് അവനായിരിക്കുന്ന കസേര ഒന്നിങ്ങോട്ട് അടുത്തേക്ക് വലിക്കും. ബിസ്മില്ലാ, എല്ലാവരും തന്നെ വരി, ഒന്ന് എഴുന്നേറ്റുന്നോളി, എന്നിട്ട് വലിക്കും. തബസ്സൽന ബിബിസ്മില്ലാ വബിൽഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദരി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് വറകഅലാ ത്വാഹ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അല്ലാഹുവേ, ഈ സദസ്സിനെ നീ സ്വീകരിക്കണേ അല്ലാ.
നീ കബൂലാക്കണേ അല്ലാ, ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ, പിശാചിന്റെ ദജ്ജാലിന്റെ എല്ലാ കുടില ബുദ്ധികളിൽ നിന്നും ഞങ്ങളുടെ തലമുറകളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ പ്രസംഗം തുടങ്ങിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു ഇല്ലേ? തങ്ങളെ 1 മണിക്കൂർ കഴിഞ്ഞോ? നോക്കി, 1 മണിക്കൂർ കൃത്യമല്ലേ? അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നിങ്ങൾ നേരത്തെ എണീറ്റുന്നതുകൊണ്ട് രണ്ടാമൊന്നും എണീറ്റ് ഞാൻ പറയണില്ല. എന്നാലും എല്ലാവരും ഒരു സ്വതക്ക ചെയ്യണം നമ്മുടെ പരിപാടിയിലേക്ക്. 1 മണിക്കൂർ കഴിഞ്ഞാൽ അതിന് പറ്റിയ സമയമാണല്ലേ? ഇല്ല ഇവിടെ നൗഷാദ് നിസാമിയ സ്വതക്കല്ലേ ഇവിടെ? ആരും കൊടുക്കണ്ടേ? വേണം. ബക്കറ്റൊക്കെ ഇല്ലേ? വലിയ ബക്കറ്റാണോ ചെറിയ ബക്കറ്റാണോ? ബക്കറ്റ് കണ്ടില്ലോ. സാധാരണ സംഘാടകർ വയൽ തുടങ്ങി 10 മിനിറ്റ് ആകുമ്പോഴേക്ക് വരലാണ് ബക്കറ്റ് ഉണ്ട്. ഇവിടെ ആരും വരുന്നില്ല. ഞങ്ങൾ മറക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ. കാരണം അടുത്തൊരു മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ചില പരിപാടികളുണ്ടല്ലോ. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ളൊരു മുന്നൊരുക്കം എന്നുള്ള നിലയ്ക്ക് ഇൻഷാ അല്ലാഹ്. എവിടെ ബക്കറ്റ്? എവിടെ? ചെറിയ ബക്കറ്റാണല്ലോ. നോട്ടിൻ്റെ വലിപ്പം വളരെ ചെറുതായിപ്പോയി അല്ലേ? മൂല്യം കൂടി. അതുകൊണ്ട് ഇത്ര ചെറിയ ബക്കറ്റായിട്ട് പോലും വന്നിരിക്കുന്നത്. പഴയ കാലമാണെന്നുണ്ടെങ്കിൽ വലിയ 3 ബക്കറ്റോ? തമാശ പറഞ്ഞാണ് ഞാൻ. സുബ്ഹാനല്ലാഹ്. അതിലെന്താ ഈ ബക്കറ്റിലെന്താ? അതവിടെ നോട്ട്. അപ്പം എല്ലാവരും നല്ല ഒരു സ്വതക്ക അല്ലാഹുവേ ഈ സദസ്സിൽ വെച്ച്, ഈ ഇൽമിന്റെ മജ്ലിസിൽ വെച്ച് എന്തൊക്കെ നിയത്തോടെയാണോ അവർ സ്വതക്ക ചെയ്യുന്നത്, അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പം ആരും നോട്ടിന്റെ വലിപ്പം ചെറുതായാലും മൂല്യം കുറക്കണ്ട. അല്ലാഹു സ്വീകരിക്കട്ടെ. ചുരുങ്ങിയത് എത്ര ഇടണം എന്നാണ് പറയേണ്ടത്? എത്ര? അല്ലാഹുവേ ഞാൻ അങ്ങനെ പറയണില്ല. ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയതൊരു 100. ചുരുങ്ങിയതൊരു 100. ബിസ്മില്ലാ ബിസ്മില്ലാ. എല്ലാവരും അല്ലാഹു സ്വീകരിക്കട്ടെ. ഞാൻ അതിനെക്കുറിച്ച് ഞാൻ വേറെ വാഴ പറയണോ? സ്വതക്കനെ കുറിച്ച് പറയണില്ല. നിങ്ങളെല്ലാവരും ഇടും എന്നുള്ള പ്രതീക്ഷയോടെ എന്നാ ബിസ്മില്ലാ തുടങ്ങിക്കോളൂ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നവാസ് ബിൻ സംആൻ റളിയല്ലാഹു അൻഹു പറയാണ്, ദക്കറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദജ്ജാൽ. ഒരിക്കൽ റസൂലുള്ള ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, ഫയഅതി അലൽ ഖൗമി, ദജ്ജാൽ സമുദായത്തിന്റെ അരികിലൂടെ ഇങ്ങനെ വരും. ഫയദഊഹും, അങ്ങനെ അവരെ വിളിക്കും. എല്ലാവരും കൂടെ വരി. എന്നിട്ട് ഇവൻ ഇങ്ങനെ ചെപ്പടി വിദ്യകൾ കാണിച്ചു കൊടുത്താൽ എല്ലാവരും അവനെ വിശ്വസിക്കും. അവൻ ആകാശത്തോട് കൽപ്പിക്കും, ആകാശമേ മഴ പെയ്യേ. അപ്പൊ ആകാശം കൊണ്ട് മഴ പെയ്യും. ഭൂമിയോട് കൽപ്പിക്കും, ഭൂമിയെ മുളക്ക്. അപ്പൊ ഭൂമി അങ്ങ് മുളക്കും. അങ്ങനെ ആളുകളുടെ അടുക്കലൂടെ അവൻ ചെല്ലുമ്പോ വരൾച്ച നിറഞ്ഞ നാടുകളിൽ ഇവൻ കാരണത്താൽ കായ്ക്കളും കനികളും ഉണ്ടാകും. സമ്പത്ത് അവന്റെ പിന്നാലെ ഇങ്ങനെ പോകും. അവൻ വലിയ സമ്പന്നനായിരിക്കും. തേനീച്ചകൾ ഒരു റാണിയെ പിന്തുടരുന്നത് പോലെ ഈ സമ്പത്ത് മുഴുവൻ ദജ്ജാലിനെ പിന്തുടരുമെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ദജ്ജാൽ എന്നിങ്ങനെ പറയുമ്പോ ഒരു ചെളിയായ കള്ളിത്തുണിയൊക്കെ എടുത്ത് ഒരു കീറിയ കുപ്പായൊക്കെ ഇങ്ങനെ ഇട്ട് അതുപോലെ ഒന്നുമില്ലാത്ത ഒരു സാധുവായ കാക്കയാണ് എന്ന് നമ്മൾ ധരിക്കേണ്ടതില്ല. ഈ ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ലോകത്തിന്റെ സമ്പദ്ഘടനയെ നിയന്ത്രിക്കുന്ന ആളായിട്ട് മാറും ദജ്ജാൽ. ഇന്ത്യ പോകുന്നത് അങ്ങോട്ടാണെന്നല്ലേ പറയുന്നത്? ഇന്ത്യ പോണത് എവിടേക്കാണ്? അമേരിക്ക അടക്കമുള്ള സാമ്രാജ്യത്വ ശക്തികൾക്ക് ഇന്ത്യയിൽ ജനിക്കുന്ന ഇപ്പോഴുള്ള ഓരോ കുഞ്ഞിൻ്റെയും സാമ്പത്തിക സ്ഥിതി നിയന്ത്രിക്കാൻ കഴിയുന്നിടത്തേക്ക് അപ്പം ഇന്ത്യ പോണത് എന്നാ ഞെട്ടിയിലെല്ലാവരും. ഇനി എവിടേക്കാ പോകുന്നത്? ഈ പണം ഉപയോഗിച്ചുള്ള വിനിമയം കുറക്കുക. പണം ഉപയോഗിച്ചുള്ള വിനിമയം കുറക്കുകയും ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ബാങ്കിങ് ഇതൊക്കെ സർവ്വസാധാരണമാവുക. ഇതിൻ്റെ സോഫ്റ്റ്വെയറുകളും അതുപോലെ ഇതിൻ്റെ നിയന്ത്രണമൊക്കെയുള്ള ആ സാമ്പത്തിക ശേഷിയും ആ ശക്തിയും എന്ന് പറയുന്നത് നേരെ സാമ്രാജ്യത്വ ശക്തികളിലേക്കാ പോവുക. അമേരിക്ക ഉൾപ്പെടെയുള്ള ശക്തികളായിരിക്കും ഇത് നിയന്ത്രിക്കുക. അവിടെയുള്ള ഉയർച്ച അതിവിടെ ബാധിക്കും, അവിടെയുള്ള താഴ്ച അതിവിടെ ബാധിക്കും. ഇവിടെ താഴ്ത്തണം എന്ന് അവർ കരുതിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നടക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ നമ്മുടെയൊക്കെ സാമ്പത്തിക ഘടന, നമ്മുടെയൊക്കെ രീതികൾ അവരുടെ പല വിചാരങ്ങൾക്കും അടിമപ്പെട്ടതായിട്ട് മാറുന്നുണ്ട്. ഇങ്ങനെ അങ്ങ് പോയാൽ പ്രത്യേകിച്ചൊരു പക്ഷേ ഈ ഒരു സാമ്പത്തിക സ്ഥിതി വന്നിരിക്കുന്നത് തന്നെ അതിലേക്കുള്ള ആദ്യത്തെ ഒരു കാൽവെപ്പിന്റെ ഭാഗമായിട്ടായിരിക്കും.
അവര് നിയന്ത്രിക്കും. അങ്ങനെ ഇവരുടെയൊക്കെ മേധാവിത്വത്തിന്റെ അധികാരത്തിന്റെ തലപ്പത്ത് ദജ്ജാൽ വരും. എത്രത്തോളം എന്ന് വെച്ചാൽ അവൻ സൂര്യനെ തടഞ്ഞു നിർത്തും. ആളുകൾ ഇങ്ങനെ പോകുമ്പോ ആളുകൾക്കിടയിൽ വെച്ച് അവൻ സൂര്യനെ തടഞ്ഞു നിർത്തും. സൂര്യനെ തടഞ്ഞു നിർത്തി അവൻ ചോദിക്കും, കണ്ടില്ലേ ഞാൻ സൂര്യനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു, ഇനി സൂര്യനെ ചലിപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണണോ? അങ്ങനെ അവൻ സൂര്യനെ സഞ്ചരിപ്പിക്കും. അത്ഭുത പരതന്ത്രനായ ആളുകളോടവൻ പറയും, നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അന റബ്ബുൽ ആലമീൻ, ഞാൻ ലോകത്തിന്റെ റബ്ബാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ച് അവൻ ജനങ്ങളെ വിശ്വസിപ്പിക്കും. അപ്പൊ ആളുകൾ പറയും, ശരിയാണ് കേട്ടോ, അതെ, അവൻ ഏറ്റവും വലിയ റബ്ബാണ്. ആലോചിച്ച് നോക്കൂ, ഒരാൾ മുമ്പിൽ വന്നിട്ട് സൂര്യൻ തടഞ്ഞു നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാ വിശ്വസിക്കാവനെ? അത്രയും വലിയ ഈമാൻ വേണം. ഒരിക്കൽ ദജ്ജാലിനെ കുറിച്ച് ഹബീബായ നബി ഇങ്ങനെ പറയാണ്. അവിടുന്ന് പറഞ്ഞു, യാ ഇബാദല്ലാഹ്, അവൻ വന്നവന്റെ കുൽസിത ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോ ഫസ്ബുതൂ, നിങ്ങൾ ദീനിൽ അടിയുറച്ചു നിൽക്കുന്നവരാകണം. സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഭൂമിയിൽ അവൻ എത്ര കാലമുണ്ടാകും? അപ്പോൾ പറഞ്ഞു, 40 ദിവസമാണ് അവൻ ഭൂമിയിൽ ഉണ്ടാവുക, 40 ദിവസം. എന്നിട്ട് നബി പറയാണ്, യൗമുൻ കസന, ഒന്നാമത്തെ ദിവസം ഒരു കൊല്ലം പോലെയായിരിക്കും, വയൗമുൻ കശഹ്റിൻ, രണ്ടാമത്തെ ദിവസം ഒരു മാസം പോലെയായിരിക്കും, മൂന്നാമത്തെ ദിവസം ഒരാഴ്ച പോലെയായിരിക്കും. ബാക്കിയുള്ള ദിവസങ്ങൾ മുഴുവൻ നിങ്ങളുടെ സാധാരണ ദിവസങ്ങളെ പോലെ ആയിരിക്കും. ഇപ്പോൾ പണ്ട് വാഴ്ന്ന് പോയി ഒരു കുട്ടിയും വാപ്പയും കൂടെ വാഴ്ന്നിന് പോയി. ഉസ്താദ് വാഴ്ന്ന് പറഞ്ഞത് ലോകം അവസാനിക്കണ ആ സംഗതികളെ കുറിച്ചാണ്. ആകാശമൊക്കെ ഇടിഞ്ഞു വീഴും, ഭൂമി തകരും, നക്ഷത്രങ്ങളൊക്കെ ഉതിർന്നു വീഴുന്നൊക്കെ പറഞ്ഞ് വാഴ്ന്നൊക്കെ കഴിഞ്ഞ് പോണ സമയത്ത് കുട്ടി ഉപ്പായോട് ചോദിച്ചു, വാപ്പ അന്ന് സ്കൂൾ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. ഇത്രയൊക്കെ വലിയ സംഗതി ഉണ്ടാകുമ്പോൾ മൂപ്പർക്കുള്ള അംശം അതാണ്. എന്നതുപോലെ ആയിരിക്കും നമ്മളിങ്ങനെ ആലോചിക്കണം, 40 ഒരു ദിവസം ഒരു കൊല്ലം പോലെ എങ്ങനെ ഇക്കാരപ്പത്? സ്വഹാബികൾ ചോദിച്ചത് അതല്ല. യാ റസൂലല്ലാഹ്, അന്ന് ഞങ്ങളുടെ നിസ്കാരങ്ങൾ എങ്ങനെയായിരിക്കും? ഒരു കൊല്ലത്തിന്റെ ദൈർഘ്യമുള്ള ഒരു ദിവസം ഞങ്ങൾക്കുണ്ടാകുമ്പോ അതക്ഫീനാ ഫീഹി സ്വലാത്തു യൗം, ഒരു ദിവസത്തെ നിസ്കാരം ഞങ്ങൾക്ക് മതിയാകുമോ നബിയേ? അപ്പോൾ പറഞ്ഞു, അത് പോരാ, ഇഖ്ദിറൂ ലഹു ഖദ്റ, നിങ്ങൾ ആ ഒരു കൊല്ലത്തെ 24 മണിക്കൂറുകളായി വിഭജിച്ച് നിങ്ങൾ നേരം കണക്കാക്കി നിസ്കരിക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ മായാജാലങ്ങൾ കാണിക്കും. ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കാണ്, മായാജാലങ്ങൾ കാണിക്കുന്നവരുടെ അടുക്കലേക്ക് പോയാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടും എന്നുള്ളതാണ് കഥ. ചില ആളുകൾ നമുക്കിടയിൽ അങ്ങനെയുണ്ട്, എല്ലാം കേൾക്കണവര്. ഞാൻ കുറ്റം പറയല്ല കേട്ടോ, എല്ലാം കേൾക്കും, ഹക്ക് ഇന്നതാണ് എന്ന് ബോധ്യം ഉണ്ടാവും. എന്നാലും എന്നാ ഓര് പറഞ്ഞതൊന്ന് കേൾക്കാം. എന്നിട്ട് മുജാഹിദ് പറയുന്നത് കേൾക്കും, അവരുടെ ഗ്രൂപ്പുകൾ പറയണത് കേൾക്കും, ജമാഅത്തുകാരൻ പറയണത് കേൾക്കും. അതുപോലെ എന്തൊക്കെ അലവലാതി വിഭാഗങ്ങളുണ്ടോ, ഇനിയിപ്പോൾ ഓരോരുത്തരുടെയും പേരൊന്നും ഞാൻ പറയണില്ല, ഇവരൊക്കെ പറയണത് കേൾക്കും. കേട്ട് സത്യം തിരിച്ചറിയാനുള്ള ഈമാനും ബുദ്ധിയും വിവേകവനുണ്ടോ? അതില്ല. അത് ശരിയാട്ടോ, അല്ലേ? ഏതുപോലെ എന്നറിയാം, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അനുബന്ധിച്ച് ഇങ്ങനെ വരും ജാഥകൾ. കാസർഗോട്ട് നിന്നാണ് വരുമ്പോൾ ഇവന് വൈകുന്നേരം വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് മറ്റേ ഉഴവൂർ വിജയം വരുന്നുണ്ട്, അതുകൊണ്ട് മൂപ്പരെ കേൾക്കാൻ പോകാം. മൂപ്പരെ ഇങ്ങനെ കേട്ടു, പടച്ചോനെ ആ UDF ഒന്നായിട്ട് ജയിലിലടക്കേണ്ട കാലം എന്ന്. അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഉണ്ട് UDFൻ്റെ ആളുകൾ ഇങ്ങനെ വരും, ഈ LDF വരെ മുമ്പേ ജയിലിലാക്കണല്ലോ. ഇതാണ് ഇവന്റെ തീരുമാനം. കേൾക്കണത് എന്താണോ അത്. മഹാനായ മർഹൂം നാട്ടിക മൂസ മുസ്ലിയാർ, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ടവര്, ഒരവസരത്തിലൊരു സ്ഥലത്ത് തബ്ലീഗ് ജമാഅത്തിനെതിരായി അവരുടെ വാദങ്ങളെ ഖണ്ഡിച്ച് ഒരു പ്രസംഗത്തിന് പോയി. ബഹുമാനപ്പെട്ടവരുടെ സ്മരണികയിൽ ഞാൻ വായിച്ചതാണ്. ബഹുമാനപ്പെട്ടവർ ചെന്ന് ഒരു ഹാജിയാരുടെ വീട്ടിൽ നിന്ന്, പ്രമുഖനായ ഒരാളുടെ വീട്ടിൽ നിന്ന് തലേന്ന് തബ്ലീഗുകാർ നടത്തിയ പ്രസംഗം ഇങ്ങനെ ഒരു ഓഡിയോ കാസറ്റാണ്, അതൊരു ടൈപ്പിലിട്ടിട്ട് ഇങ്ങനെ കേൾക്കുകയാണ്. കേൾക്കുന്ന സമയത്ത് ഹാജിയൊരു ഒപ്പുണ്ട്, പറഞ്ഞു, നിങ്ങളാണ് പോയിക്കോളി,
ഇത് ഞാൻ ഒറ്റ കേട്ടോളാം, എൻ്റെ ഈമാൻ എനിക്ക് നോക്കാനറിയാം, നിങ്ങളുടെ ഈമാൻ നോക്കാൻ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞാനിത് കേൾക്കുന്നത് പോലെ കേട്ടാൽ ഒരു പറഞ്ഞത് ശരിയാണോ എന്നിട്ട് തെറ്റിദ്ധരിക്കോ? അതാണ് അല്ലാഹു തആല ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടത്. വഇദാ റഅയ്തല്ലദീന യഖൂലൂന ഫീ ആയാതിനാ ഫഅരിദ് അൻഹും. ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകളെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അവരെ തൊട്ട് തിരിഞ്ഞു കളയണം. അവരുടെ സദസ്സിൽ നിങ്ങൾ ഇരിക്കാൻ പാടില്ല. ഇനി അഥവാ നിങ്ങൾ അറിയാതെ അങ്ങനെ ഇരുന്നു, മനസ്സിലായി ഇവർ ഖുർആനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ഇവർ ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് എന്ന് മനസ്സിലായാൽ, അത് മനസ്സിലായ ശേഷം നിങ്ങൾ അവിടെ ഇരിക്കരുതെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബോധ്യപ്പെടുത്തിയ കാര്യമാണ്. അപ്പൊ ഏതെങ്കിലും ആള് എന്തെങ്കിലും മായാജാലം കാണിക്കുമ്പോഴേക്ക് കാണാൻ വേണ്ടി പോകരുത്, ഈമാൻ നഷ്ടപ്പെട്ടു പോവും. ഇന്ന് ഗൗരവത്തോടെ നമ്മൾ ഈ സമുദായത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ചികിത്സ എന്നുള്ള പേരിൽ അതുപോലെ അങ്ങനെയൊക്കെയുള്ള മഹാന്മാരും അതുപോലെയുള്ള ഉന്നതരായ ആലിമീങ്ങളും സ്വാലിഹീങ്ങളൊന്നും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. എമ്പാടുണ്ട്, മഹാന്മാരുണ്ട്, അവരുടെ മന്ത്രത്തിന് ഫലമുണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ അത്തിപ്പറ്റ ഉസ്താദിനെ കുറിച്ച്. അങ്ങനെയുള്ള മഹാന്മാരുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ചില ആളുകളുണ്ട്, ഓർക്ക് നിസ്കാരം ഉണ്ടാവില്ല, നോമ്പും ഉണ്ടാവില്ല. ഓർക്ക് ആകുള്ളത് എന്താണ്? അയൽവക്കത്തുള്ള ഏതോ സ്ത്രീ പോയപ്പോൾ അവരുടെ എന്തോ ഒരു പനി സുഖപ്പെട്ടു, അതുകൊണ്ട് ഇനി ഇവിടെയുള്ള വേറൊന്ന് സുഖപ്പെടാൻ വേണ്ടി പോവാൻ. അപ്പോഴേക്ക് അവർ അയൽവീട്ടുകാർ പോവാൻ. എന്നിട്ടോ ഒരു ദീനിൻ്റെ ഒരു സംസ്കാരം ഇല്ലാത്ത ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ ക്യൂ അല്ലേ? എത്ര അപകടങ്ങളാണ് അതുകൊണ്ട് ഉണ്ടാകുന്നത്. കുറേ രുദ്രാക്ഷ മഹാത്മ്യത്തെ പറ്റിയിട്ട് സഞ്ജയൻ, നമ്മൾ പണ്ട് SLCക്ക് പഠിക്കുന്ന സമയത്ത് SLCയുടെ മലയാളത്തിൽ ഉണ്ടായിരുന്ന ഒരു പുസ്തകം, ഒരു പാഠമുണ്ടായിരുന്നു, സഞ്ജയന്റെ രുദ്രാക്ഷ മഹാത്മ്യം. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ദജ്ജാല് വന്നാൽ അവനിതുപോലെയുള്ള അത്ഭുതങ്ങൾ കാണിക്കും. മുഅ്മിനീങ്ങളോട് റസൂലുള്ള പറയാണ്, മുഅ്മിനീങ്ങൾ അത് കാണാൻ പോകരുത്, വിശ്വാസികൾ അത് നോക്കരുത്. അവര് ദജ്ജാല് വന്നു എന്ന വിവരം കിട്ടിയാൽ അവനിൽ നിന്ന് ഓടിപ്പോകണം. ഹത്താ യൽഹഖൂ ബിൽ ജിബാൽ, പർവ്വതങ്ങളുടെ മുകളിൽ പോയി അവരഭയം പ്രാപിക്കട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയുന്നത്? നല്ല യുവാവായ ഒരു മനുഷ്യനെ അവൻ വിളിക്കും. ഇപ്പം കാണിക്കണ അത്ഭുത. അങ്ങനെ വിളിച്ചിട്ട് ആ മനുഷ്യന്റെ തലയുടെ മുകളിൽ അവൻ മുറിക്കും. രണ്ട് ഭാഗങ്ങളായിട്ട് അവൻ ആ മനുഷ്യനെ മാറ്റും. അങ്ങനെ അവൻ രണ്ട് കഷ്ണായിട്ട് മാറും ഈ യുവാവ്. പിന്നെ അവൻ ഈ യുവാവിനെ വിളിച്ചാൽ ആ യുവാവ് കാണാം പുഞ്ചിരിയോടെ മിന്നിത്തിളങ്ങുന്ന മുഖവുമായി ദജ്ജാലിന്റെ അടുക്കലേക്ക് ഇങ്ങനെ നടന്നു വരുന്നു. ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ അവൻ കാണിക്കും. അവന്റെ രൂപം എങ്ങനെയായിരിക്കും? ഇന്നഹു ശാബുൻ, റസൂലുള്ളാഹി പറയാണ്, അവൻ നല്ല ഒരു യുവാവാണ്, വയസ്സായ ആളല്ല. ഖത്തിത്തുൻ, അവൻ മുടിജട പിടിച്ചവനാണ്. ഐനുഹു ത്വാഫിയ, അവന്റെ കണ്ണ് പുറത്തേക്ക് തള്ളിയവനാണ്. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, അലാ ഇന്നഹു അഅവർ, അറിയുക അവൻ ഒറ്റക്കണ്ണനാണ്. വ ഇന്ന റബ്ബകും ലൈസ ബിഅവർ, നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു തആല ഒറ്റക്കണ്ണനല്ല. മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം, ഇന്ന് ദജ്ജാൽ വന്നിട്ടില്ലെങ്കിലും വിശ്വാസി ലോകത്ത് അവനെ തിരിച്ചറിയുന്നതാണ്. മുഅ്മിനായ ഒരു മനുഷ്യൻ അവനെ കണ്ടാൽ അവന്റെ രണ്ട് നെറ്റിത്തടങ്ങൾക്കിടയിലും അവന്റെ രണ്ട് കണ്ണുകൾക്കിടയിലും കഫറ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാകും. എല്ലാ എഴുത്തും വായനയും അറിയുന്നവനാണെങ്കിലും അറിയാത്തവനാണെങ്കിലും അവനെ തിരിച്ചറിഞ്ഞുകൊണ്ടത് വായിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, ഈ ദജ്ജാൽ വരുന്നതിന്റെ മുമ്പ് ലോകത്തൊരു മഹാൻ വരും. ഇമാം
മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ മഹ്ദി. ഉറക്കെ പറയൂ റളിയല്ലാഹു അൻഹു. ആ മഹ്ദി ഇമാമിനെ പിൻപറ്റാൻ നമ്മളുണ്ടെങ്കിൽ നമുക്ക്, നമ്മുടെ പിൻഗാമികൾ ഉണ്ടെങ്കിൽ അവർക്ക് അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ലോകം മുഴുവൻ കുഴപ്പത്തിലായി, ഫിത്നയിലായി, ഫസാദിലായി. ഇവിടെ അന്ന് സമസ്ത ഉണ്ടാകും, ഇതിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകും, SKSF ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ അല്ലാഹുവിനോട് ഔലിയാക്കളുടെ സാന്നിധ്യത്തിൽ വെച്ച് അന്ന് ദുആ ചെയ്ത കാര്യം, സമസ്തയുടെ ഈ പതാകയുണ്ടല്ലോ അത് ബഹുമാനപ്പെട്ട മഹ്ദി ഇമാമിന്റെ കൈകളിൽ എത്തിക്കണമെന്നതാണ്. അതൊരു പ്രതീകാത്മകമായ ഒരു ദുആയാണ്. അന്ന് ദുആ ചെയ്യുമ്പോൾ പതാക ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അഥവാ മഹ്ദി ഇമാം ലോകത്ത് പ്രത്യക്ഷപ്പെട്ടാൽ അന്ന് മഹ്ദി ഇമാമിന് പിന്തുണ പ്രഖ്യാപിക്കുന്നവർ കേരളത്തിലുള്ളത് സമസ്തയുടെ പ്രവർത്തകന്മാരായിരിക്കും, സുന്നത്ത് ജമാഅത്തിന്റെ ഈ ആദർശത്തിൽ നിലകൊള്ളുന്നവരായിരിക്കുമെന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വന്നാൽ ശക്തമായ പടയോട്ടം നടത്തും, എല്ലാവരും തകർന്നടിയും, ജൂതന്മാർ ഒളിച്ചു താമസിക്കും, അവർ മുസ്ലിം സമുദായത്തിനെതിരായുള്ള വിചാരങ്ങൾ ഒന്നും പുറത്തെടുക്കാതെ ഒരൽപ്പം തണുക്കുന്നവർ. കാരണം അവർ കാത്തിരിക്കുകയാണ്. എല്ലാം തകർത്ത് കളയുന്ന, എല്ലാറ്റിനെയും ഇല്ലാതെയാക്കുന്ന ദജ്ജാല് വന്നാൽ അതവർക്ക് ഏറ്റവും വലിയ സഹായിയായി മാറും. ഹബീബായ റസൂലുള്ള പറയുന്നു, ഇന്നമാ യഖ്റുജു ദജ്ജാൽ മിൻ ഗളബത്തിൻ യഗ്ളബുഹാ. മുസ്ലിം ലോകത്തോട് എല്ലാവർക്കും കഠിനമായ ദേഷ്യമുണ്ടാകുമ്പോഴാണ് ദജ്ജാൽ എന്ന് പറയുന്ന ഈ ഭീകരനായ മനുഷ്യൻ വരിക. ഒരുപാട് കാലത്തിനുണ്ട് നടത്തില്ല. ഏതായാലും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. എന്നിട്ട് അള്ളാഹുവിനോട് കാവൽ തേടേണ്ടത്. അള്ളാഹു നമ്മുടെ സമുദായത്തിന് കാവൽ നൽകുമാറാകട്ടെ. ക്രൂരനായ അവൻ, നിഷ്ഠൂരനായ അവൻ ജനങ്ങൾക്ക് മുമ്പ് അവൻ സ്വർഗവും നരകവും ഉണ്ടാക്കും. അവനെ വിശ്വസിച്ച ആളുകളെ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. അവനെ വിശ്വസിക്കാത്ത മോമിനീങ്ങളെ അവൻ നരകത്തിലേക്ക് വലിച്ചെറിയും. മഹാന്മാര് പറയുകയാണ്, അവനെ വിശ്വസിച്ചുകൊണ്ട് ആരാണോ സ്വർഗത്തിൽ കടന്നിട്ടുള്ളത് അവർക്കൊരിക്കലും സ്വർഗത്തിന്റെ അനുഭവമല്ല, അവർക്ക് ആ സ്വർഗത്തിൽ നരകത്തിന്റെ അനുഭവമായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഇവന്റെ നരകത്തിൽ കടന്നവർക്കോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗത്തിന്റെ അനുഭവം നൽകുമെന്ന് ഉലമാ പറഞ്ഞു നമുക്ക് കാണുവാൻ കഴിയും. ഒരാൾ, ഒരു സ്വഹാബി, അദ്ദേഹം ദജ്ജാലിനെ കണ്ട കഥ പറഞ്ഞു. ആദരവായ മുഹമ്മദ് മുസ്തഫ, നിങ്ങൾ ഉറക്കെ സ്വലാത്ത് ചൊല്ലൂ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കഥ ഞാൻ പറഞ്ഞുതരാം. നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മളൊക്കെ ഒന്ന് ആവേശം കൊണ്ടിട്ട് നമുക്ക് ആ കഥ കേൾക്കാം. ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖ്മ വമിൻ ഹമ്മിൻ വമിൻ ഗുമ്മ ബിഅഹ്ലിൽ ബദരി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് ഉറക്കം വരുന്നുണ്ടോ? ഉണ്ടോ? ചാടണമെന്ന് അതും വേണ്ട അല്ലേ? ചെറിയ കുട്ടികളാണെങ്കിൽ ഒന്ന് ചാടിക്കായിരുന്നു. ഇവിടെയൊക്കെ വലിയ വലിയ മനുഷ്യന്മാരാണ്. എന്നാലും ഒന്ന് ചാടിയതായിട്ട് എല്ലാവരും സങ്കല്പിച്ചാൽ മതി, എന്നാൽ പിന്നെ ഉറങ്ങൂല. ഉറക്ക് പോയവർ മാത്രം ഇരുന്നേ, ഉറക്ക് പോയവർ മാത്രം ഇരുന്നാൽ മതി. എല്ലാത്തവർക്ക് അവിടെ നിൽക്കി. എല്ലാവരും ഉറക്ക് പോയോ? ഇത് ഭയങ്കര അത്ഭുതമായി പോയല്ലോ. റഹ്മാനായ റബ്ബി ആവേശം നിലനിർത്തി തെരുമാറാകട്ടെ. തേങ്ങൊന്നും അതിൻ്റെ മുകളിൽ ഞാൻ ഉറപ്പ് വരുത്തിയിട്ട് തന്നെയല്ലേ. നിസാമി എവിടെ? നൗഷാ നിസാമി എവിടെ? അല്ലേ ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ടോ അല്ലേ? അല്ല, ഇനി ഉറങ്ങാൻ വിചാരിച്ച ആൾക്കാരുണ്ടെങ്കിലേ ചിലപ്പം തല നല്ല ഇട്ടാണ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അല്ലാഹു തആല ഇത് തന്ന ആ സഹോദരൻ ഈ സ്ഥലം നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് തന്ന, ഇത് രണ്ടാളുകളുടേതാണോ ഒരാളുടെയാണോ? രണ്ടാളുടെയാണ്. അല്ലാഹു ആ രണ്ടാളുകൾക്കും അല്ലാഹു തആല ബറക്കത്ത് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ പറയാണ്, ഒരു നിസ്കാര ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജലസ അലൽ മിംബരി, മിമ്പറിന്റെ മുകളിൽ ഇങ്ങനെ ഇരുന്ന് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇരുന്നിട്ടും പ്രസംഗിക്കാൻ നായി. വഹുവ യളഹക്,
ആ പറയാൻ ഉദ്ദേശിച്ച കാര്യം പറയുന്നതിന് മുമ്പ് റസൂലുള്ളാഹിയുടെ ഒരു സന്തോഷ പ്രകടനം, ഭയങ്കര ഗൗരവത്തിലല്ല, ഒരു പുഞ്ചിരിയൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടാണ് വരുന്നത്. എന്നിട്ട് ഉസ്താദുമാർ സാധാരണ ജുമുഅ കഴിഞ്ഞ ഉടനെ അനൗൺസ് ചെയ്യുന്നത് പോലെ റസൂലുള്ളാഹി അനൗൺസ് ചെയ്തു, ലിയൽസം കുല്ലു ഇൻസാനിൻ മുസല്ലാ, ഓരോരുത്തരും അവനവൻ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കട്ടെ. ഇത് അനൗൺസ് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ കാണാം എല്ലാവരും മൂലക്കൊക്കെ അങ്ങനെ പോകും ചില പള്ളികളിലൊക്കെ. മാഷാ അല്ലാഹ്, റസൂലുള്ളാഹി പറയാണ് എല്ലാവരും അവനവൻ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കട്ടെ. അപ്പം എല്ലാവരും ഇങ്ങനെ റെഡി ആയിട്ടിരുന്നു. ഹൽ തദറൂന മാ ജമഅതുകും, ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയുമോ? ഞങ്ങൾക്കറിയില്ലല്ലോ എന്തിനാ നബിയത്. അപ്പോൾ പറഞ്ഞു, ക്രിസ്ത്യാനിയായ തമീമുദ്ദാരി ഉണ്ടല്ലോ, ഇതാ അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നു. അദ്ദേഹം വരികയും അദ്ദേഹം മുസ്ലിമാവുകയും ചെയ്തിരിക്കുന്നു. വഹദ്ദസനി ഹദീസൻ, അദ്ദേഹം എന്നോടൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. വഫഖല്ലദീ കുൻതു ഉഹദ്ദിസുകും ബിഹി അനിൽ മസീഹിദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്ന ആ സംഭവങ്ങളോട് യഥാവിധി യോജിച്ച രീതിയിലാണ് തമീമുദ്ദാരി ഇപ്പോഴെന്നോട് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ല? അതെ, ഞാൻ നിങ്ങളോട് ദജ്ജാലിനെ കുറിച്ച് പറയാറുണ്ടല്ലോ, ആ കാര്യങ്ങളോടൊക്കെ യോജിച്ച രീതിയിൽ ഒരു സംഭവം എന്നോട് തമീമുദ്ദാരി പറഞ്ഞിട്ടുണ്ട്. എന്താ സംഭവം? തമീമുദ്ദാരിയും അദ്ദേഹത്തിന്റെ 30ഓളം ആളുകളോടുകൂടെ, ലഹ്മ ജുസാം ഗോത്രത്തിൽപ്പെട്ട 30ഓളം ആളുകളോടുകൂടെ ഒരു കപ്പലിൽ അദ്ദേഹം യാത്ര ചെയ്തു. അങ്ങനെ കപ്പലിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് 1 മാസം അവർ കടലിൽ കുടുങ്ങി. കടലിൽ ഇങ്ങനെ പോകാണ്, എവിടെയാണ് കരയൊന്നും അറിയണില്ല. അങ്ങനെ കുറെ പോയി അങ്ങനെ നോക്കുമ്പോഴുണ്ട് ഒരു വലിയ ദ്വീപ് കാണുന്നു. ആ ദ്വീപിലേക്ക് അവരുടെ കപ്പലെടുത്തു. ഒരു സൂര്യാസ്തമയ സമയത്താണ് അവർ ആ ദ്വീപിൽ എത്തിച്ചേരുന്നത്. അവരവിടെ എത്തിച്ചേർന്നപ്പോൾ, ദ്വീപിലേക്ക് അവരങ്ങനെ കടന്നപ്പോൾ, ഫലഖിയതുഹും ദാബത്തുൻ അഹ്ലബു കസീറു ശഅരി, മുടിയുടെ ആധിക്യത്താൽ മുൻപും പിന്നും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ഭീമാകാരനായ ഒരു മൃഗം അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഭയങ്കര ഒരു മൃഗം. ഓ, ചോദിച്ചു, നീ ആരാ? മൃഗത്തോട് ചോദിക്കുകയാണ്, നീ ആരാ? മൃഗം പറഞ്ഞു, അനൽ ജസ്സാസ, ഞാൻ ചാരപ്രവർത്തനം നടത്തുന്ന മൃഗമാണ്. ആർക്ക്? ആ മൃഗം പറഞ്ഞു, അവിടെ ഒരു കോട്ട കണ്ടോ, ആ കോട്ടയിൽ ഒരാളുണ്ട്, നിങ്ങൾ അയാളുടെ അടുക്കൽ പോകൂ. നിങ്ങളെ കുറിച്ചറിയാൻ ആ മനുഷ്യന് വലിയ ആഗ്രഹമുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കോട്ടയിൽ പോയി നോക്കുമ്പോൾ അവിടെയുണ്ട് ആജാനബാഹുവായ ഒരു മനുഷ്യൻ. അയാളുടെ കൈകാലുകൾ ഇരുമ്പ് ചങ്ങലകൾ കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ആരാണ്? അയാൾ പറഞ്ഞു, നിങ്ങൾ ആരാണെന്ന് പറയൂ. ഞങ്ങൾ പറഞ്ഞു, നഹ്നു ഉനാസും മിനൽ അറബ്, ഞങ്ങൾ അറബികളിൽപ്പെട്ട കുറച്ച് ആളുകളാണ്. കണ്ടത് നന്നായല്ലോ, നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. എന്നിട്ട് പറഞ്ഞു, അഖ്ബിറൂനി അൻ നഖ്ലി ബൈസാൻ, ബൈസാനിലെ ഈന്തപ്പനത്തോട്ടത്തെ കുറിച്ച് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുക, അതിപ്പോഴും കായ്ക്കുന്നുണ്ടോ? രണ്ടാമത് ചോദിച്ചു തുബിരിയ തടാകത്തെ കുറിച്ച്. മൂന്നാമത് ചോദിച്ചത് സുഹർ എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടത്തെ കുറിച്ചാണ് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇസ്രായേലിന്റെ പരിസരങ്ങളിലുള്ള 3 സംഗതികളെ കുറിച്ച് അവർ ചോദിച്ചു. അവരിലെല്ലാം കൃത്യമായ മറുപടി പറയുകയും ചെയ്തു. പിന്നെ അയാൾ ചോദിച്ചു, അഖ്ബിറൂനി അനിൻ നബിയിൽ ഉമ്മി, നിരക്ഷരനായ നബിയെ കുറിച്ച് എന്താണ്, വന്നോ, എന്താ അവസ്ഥ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഖദ് ഖറജ മിൻ മക്ക, ആ മുഹമ്മദ് നബി മക്കയിൽ വരികയും വനസല യസ്രിബ്, ഇപ്പോൾ യസ്രിബിൽ താമസിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അയാൾ ചോദിച്ചു, അഖാതലഹുൽ അറബ്,
അറബികൾ മുഹമ്മദ് നബിയുമായി യുദ്ധം ചെയ്തോ? ഞങ്ങൾ പറഞ്ഞു അതെ. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ പറഞ്ഞു ചിലപ്പോ മുഹമ്മദ് നബിക്ക് വിജയം, ചിലപ്പോ ശത്രുക്കൾക്ക് വിജയം, ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അവൻ പറഞ്ഞു അറബികൾക്ക് ഏറ്റവും നല്ലത് മുഹമ്മദ് നബിക്ക് വഴിപ്പെടൽ തന്നെയാണ്. ഞങ്ങൾക്ക് ഇയാൾ ആരാന്നറിഞ്ഞിട്ട് ഭയങ്കര ആകാംക്ഷ. നിങ്ങൾ ആരാ? അയാൾ ഞങ്ങളോട് പറഞ്ഞു അനൽ മസീഹുദ് ദജ്ജാൽ, ഞാൻ മസീഹുദ് ദജ്ജാലാണ്, ഞാൻ വരും, എനിക്ക് വരാനുള്ള അവസരം അല്ലാഹു തരും. അങ്ങനെ വന്നാൽ ഫഅസീറു ഫിൽ അർളി, ഞാൻ ഭൂമിയിൽ സഞ്ചരിക്കും. ഫലാ അദൗ ഖറിയതൻ ഇല്ലാ ഹബത്തുഹാ, എല്ലാ ഗ്രാമങ്ങളിലൂടെയും ഞാൻ ചവിട്ടി സഞ്ചരിക്കും. ഇല്ലാ ഗൈറ മക്കത വ ത്വയ്ബ, മക്കയും ത്വയ്ബയും ഒഴികെ അതിലേക്ക് എനിക്ക് കടക്കാൻ കഴിയില്ല. ഈ സംഭവം പറഞ്ഞിട്ട് മദീനയിലെ പള്ളിയിൽ നിന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു ഹാദിഹി ത്വയ്ബ, ഇതാണ് ത്വയ്ബ, ഇതാണ് ത്വയ്ബ. മദീന കോ ജായേ जी चाहता है मुकद्दर बनाए, जी चाहता है मदीना के आका, दो आलम के मौला तेरे पास आए, जी चाहता है मुहम्मद की बातें, मुहम्मद की सीरत सुने और सुनाए, जी चाहता है. മദീനയുടെ അതിർത്തിയിൽ വന്നാൽ പിശാചുക്കളുടെ സാന്നിധ്യത്തിൽ അവൻ വരുമ്പോ അല്ലാഹുവിന്റെ മാലാഖമാർ മദീനയുടെ അതിർത്തിയിലുള്ള ഒരു മലയുടെ സമീപത്ത് വെച്ച് അവനെ എറിഞ്ഞോടിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ വരാൻ കഴിയില്ല, മക്കയിൽ വരാൻ കഴിയില്ല. മുഅ്മിനേ, അതുകൊണ്ടാണ് ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന, അവസാന മുഅ്മിനീങ്ങളൊക്കെ മദീനയിലേക്കാ ചെല്ലുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചിന്തിക്കൂ, അവൻ എവിടെ നിന്നാ വരിക? അപ്പൊ അവന്റെ അടയാളങ്ങൾ, അവന്റെ രൂപം, അവനെ പറ്റിയുള്ള ഹദീസുകൾ, ഇനി അവൻ വരികയാണെങ്കിൽ എവിടുന്നാ വരിക? ചിന്തിക്കുക. മിൻ ഖറിയത്തിൻ തുസമ്മൽ യഹൂദിയ, യഹൂദിയ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്നാണ് അവൻ വരിക എന്നുള്ളതാണ്. ആ ഗ്രാമം അറിയപ്പെടുന്നത് അന്ത്വാക്കിയ ഗ്രാമം എന്നാണ്. മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ തീരത്ത് തുർക്കിയുടെയും സിറിയയുടെയും ഇടയിൽ ഇസ്രായേലിന്റെ തൊട്ടടുക്കലായിട്ടാണ് ഈ സ്ഥലമുള്ളത്. 2 സ്ഥലങ്ങളിൽ ഖുർആനി നാടിനെ പറഞ്ഞിട്ടുണ്ട്. 2 സ്ഥലങ്ങളിൽ, ഒന്ന് സൂറത്തുൽ കഹ്ഫിലും മറ്റൊന്ന് യാസീനിലും. യാസീനിൽ എവിടെയെന്നറിയോ? വളിരിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ ഇദ് ജാഅഹൽ മുർസലൂൻ. അത് ഈ ഗ്രാമമാണെന്നാ. വളിരിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ, ഒരു ഗ്രാമവാസികളുടെ കഥ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കൂ. ഇത് ജാഅഹൽ മുർസലൂൻ, ആ ഗ്രാമവാസികൾക്ക് ആ പ്രവാചകന്മാർ ചെന്ന പോലെ എറിഞ്ഞോടിച്ചു. ആ ഗ്രാമവാസികൾ അല്ലാഹു തആല വല്ലാതെ ശപിച്ചു. ആ സംഭവം പറയുന്നത് ഈ ഗ്രാമമാണെന്നാ. രണ്ടാമത് എവിടെയാണ്? ഹത്താ ഇദാ അഹ്ല ഖറിയത്തിൻ ഇസ്തത്വമ ഫഅബൗ അൻ യുളൈഫൂഹുമാ. ഖദർ അലൈഹിസ്സലാമും മൂസ അലൈഹിസ്സലാമും ഈ ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോഴാണ് എന്തുണ്ടായത്? അല്ലാഹു തആല അവരെ പരീക്ഷിച്ചത്. അവർക്ക് ഈ നാട്ടുകാരവർക്ക് ഭക്ഷണം കൊടുത്തില്ല. അങ്ങനെ ഈ നാട്ടുകാര് 2 സ്ഥലങ്ങളിൽ, ഇവിടെ നിന്നാണ് അവൻ വരിക. അവൻ വന്നാൽ അവൻ കുഴപ്പങ്ങൾ ഉണ്ടാക്കും. അവൻ കിഴക്കും പടിഞ്ഞാറും കുഴപ്പങ്ങൾ ഉണ്ടാക്കും. വലത്തും ഇടത്തും അവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മദീനയിലേക്ക് അവൻ കടന്നു ചെല്ലുമ്പോ ആ മദീനയുടെ അതിർത്തിയിൽ വെച്ച് അവന് ഒരു മുഅ്മിനായ മനുഷ്യൻ പ്രതിരോധിക്കാൻ ശ്രമിക്കുമെന്ന് ഹദീസിൽ കാണാം. ആ മനുഷ്യൻ അബുൽ അബ്ബാസ് ഖളിർ അലൈഹിസ്സലാമാണ് എന്ന് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത് കാണാൻ കഴിയും.
അവന് വലിയ സൈന്യമുണ്ടാകും, അവന് പൂർണ്ണമായും പിന്തുണ നൽകുക ജൂതന്മാരായിരിക്കും. മുഅ്മിനീങ്ങളെ, അവരാണല്ലോ ഇവനെ കാത്തിരിക്കുന്നത്. അങ്ങനെ ജൂതന്മാരുടെ നേതൃത്വത്തിൽ കുഴപ്പമുണ്ടാകുമ്പോ ബഹുമാനപ്പെട്ട മഹ്ദി ഇമാമിന്റെ ശക്തി ക്ഷയിക്കും. അവരെല്ലാവരും ബൈത്തുൽ മുഖദ്ദസിൽ അവരിയ്ക്കുന്നുണ്ടാകും. ബൈത്തുൽ മുഖദ്ദസില് അവർ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉണ്ടാകൂ. അങ്ങനെ അവർ ബൈത്തുൽ മുഖദ്ദസിൽ ഇങ്ങനെ ഉപരോധിക്കപ്പെടുമെന്നാണ്. മഹ്ദി ഇമാമും വിശ്വാസികളും അവർക്ക് എല്ലാ ശക്തിയും ക്ഷയിച്ചുപോയി, എല്ലാ ശക്തിയും ചോർന്നുപോയി. ദജ്ജാൽ ഇങ്ങനെ ശക്തി പ്രാപിച്ച് മുസ്ലിങ്ങളെ ഇല്ലാതെയാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി 70,000-ഓളം ജൂതന്മാരെ കൊണ്ട് ദജ്ജാലിന്റെ നേതൃത്വത്തിൽ അവർ ബൈത്തുൽ മുഖദ്ദസ് വളഞ്ഞ് മുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കും. ഒരു സുബ്ഹ് നിസ്കാരത്തിന് വേണ്ടി ഇമാം നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോ ഇമാം നിൽക്കാൻ വേണ്ടി വരുമ്പോ ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ സുബ്ഹ് നിസ്കാരത്തിന്റെ ആ സമയമായി ബാങ്ക് കൊടുത്തു, ഇഖാമത്ത് കൊടുക്കപ്പെട്ട് കഴിയുന്ന സമയത്തുണ്ടാകും. അവിടെ അതാ അവർ ഒരു ശബ്ദം കേൾക്കുന്നു. തങ്ങളുടെ പിന്നിലാണ് ആ ശബ്ദം കേൾക്കുന്നത്. അവർ തിരിഞ്ഞു നോക്കും, എന്താണ് ആ ശബ്ദം? അപ്പോൾ കാണാൻ കഴിയും ഫഇദാ ഹുവ ഈസാ. ഡമസ്കസിലെ വെള്ള മിനാരത്തിന്റെ സമീപത്തേക്ക് 2 മലക്കുകളുടെ ചിറകില് മഞ്ഞ വസ്ത്രം ധരിച്ച് ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. മഹ്ദി ഇമാം പറയും, ഈസാ നബിയെ നിങ്ങൾ ഇമാം നിൽക്കുക. ഈസാ അലൈഹിസ്സലാം പറയും, നിങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഇഖാമത്ത് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങൾ നിൽക്കൂ എന്ന് പറയും. അങ്ങനെ ഇമാം മഹ്ദി നിൽക്കും, ഈസാ അലൈഹിസ്സലാം നമസ്കരിക്കും. എന്നിട്ട് ഈസാ നബി അലൈഹിസ്സലാം എവിടെയാണ് വാതിലെന്ന് ചോദിക്കും. വാതിൽ തുറക്കും. വലിയ വാളെടുത്ത് ദജ്ജാൽ വരും. 70,000 ജൂതന്മാരുടെ നേതാവായി ദജ്ജാൽ ഈസാ നബിയെ കണ്ടാൽ ശത്രുവിന് നിലനിൽപ്പില്ലല്ലോ, ദീനിനെതിരായി കളിക്കുന്നവന് നിലനിൽപ്പില്ലല്ലോ, ഒരു അധർമ്മകാരിക്കും നിലനിൽപ്പില്ലല്ലോ. അബൂജഹൽ വളർന്നിട്ടില്ലല്ലോ, നമ്രൂദ് വളർന്നിട്ടില്ലല്ലോ. അത് ലോകാവസാനം വരെ ഘടന അങ്ങനെയാണ്. ദജ്ജാലിന് ഈസാ അലൈഹിസ്സലാം ദജ്ജാൽ ഈസാ നബിയെ കണ്ടാൽ യദൂബു അദുല്ലാഹ് കമാ യദൂബുൽ മിൽഹു ഫിൽ മാ. വെള്ളത്തിൽ ഉപ്പലിയുന്നത് പോലെ ഈസാ അലൈഹിസ്സലാമിനെ കണ്ടാൽ ദജ്ജാൽ അലിഞ്ഞു പോകുന്നതാണ്. അവൻ ഓടിപ്പോകും. ഓടി 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 അവൻ ഓടിയെത്തുന്നത് എങ്ങോട്ടാണെന്നറിയോ? ഹബീബായ റസൂലുള്ളാഹി പറയാണ്, ഇൻദ ബാബിൽ ലുദ്. അവൻ ലുദ് കവാടത്തിൽ വെച്ച് ഈസാ നബി അലൈഹിസ്സലാം അവനെ കൊല്ലുന്നതാണ്. ടെൽ അവീവ് എന്നാണ് ഇന്ന് ഇസ്രായേലിന്റെ തലസ്ഥാനം അറിയപ്പെടുന്നത്. അവിടെയുള്ള എയർപോർട്ടാണ് ലിദ്ദ എയർപോർട്ട്. LYDDA, ലിദ്ദ എയർപോർട്ട്. നമ്മളൊക്കെ കരിപ്പൂർ എയർപോർട്ടിന്റെ സമീപത്തുള്ള മലബാറിലേക്കുള്ള കവാടമാണ് കരിപ്പൂർ എയർപോർട്ട് എന്ന് പറയും, അല്ലേ? അവിടെ ചെല്ലുമ്പോൾ തന്നെ എയർപോർട്ടിലൂടെ പോകുന്നവർക്കൊക്കെ അറിയാലോ, ഒക്കെ ബാബായിരിക്കും. ഇവിടെ ഗേറ്റ് എന്ന് പറയും, അൽ ബവാബ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും എയർപോർട്ടിലൊക്കെ. ബാബ്, ഗേറ്റ് നമ്പർ 1, ഗേറ്റ് നമ്പർ 2 എന്ന് പറഞ്ഞിട്ട്. ഗൾഫിൽ പോയാൽ ബാബായിരിക്കും. എന്താ ബാബിൽ. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? അവന് വലിയ സൈനിക സംഭരണിയായിട്ടായിരിക്കും വരിക. അവിടെ വെച്ച് ഈസാ അലൈഹിസ്സലാം അവനെ കൊല്ലുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരു മുഅ്മിനിന്റെ കർത്തവ്യം അവനെ സംബന്ധിച്ചുള്ള ഈ ഭയപ്പെടുത്തൽ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അവനിൽ നിന്ന് കാവൽ തേടണം. അവനെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ പറയണം. പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് ഹദീസുകളിൽ കാണുവാൻ കഴിയും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ പ്രധാനപ്പെട്ട ദൗത്യം അല്ലാഹു തമ്പുരാന് വേണ്ടി ഇബാദത്ത് ചെയ്യുക. എല്ലാ ദുഷിച്ച എല്ലാ അപകടങ്ങളും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരികയാണ്. ബാദിറൂ ബിൽ അഅമാലി സബ്ആ.
7 കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ ഇബാദത്ത് കൊണ്ട് വേഗത്തിൽ ചെയ്തോളൂ, വേഗം ഇബാദത്ത് ചെയ്തോളൂ. റസൂലുള്ള പറയാണ്, നിങ്ങൾ പേടിക്കുന്നുണ്ടോ, നിങ്ങൾ കരുതുന്നുണ്ടോ? ഹൽ തൻതളിറൂന ഇല്ലാ ഫഖറൻ മുൻസിയാ, എല്ലാം മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യത്തെ അല്ലാതെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എത്ര വലിയ സമ്പന്നനാണെങ്കിലും പൈസ അങ്ങട്ടില്ലാതെയായാൽ, കച്ചവടങ്ങ് തകർന്നാൽ എല്ലാം മറന്നുപോകും, ഈമാനും ദീനൊക്കെ മറന്നുപോകും. അങ്ങനത്തെ ദാരിദ്ര്യം വന്നാൽ എന്ത് ചെയ്യും? അതിന് മുമ്പേ ഇബാദത്ത് ചെയ്തോളൂ. അഹങ്കാരിയാക്കുന്ന വലിയ സമ്പന്നത വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ നന്നായിക്കോളൂ. വാർദ്ധക്യം വന്നേക്കാം, രോഗം വന്നേക്കാം, പെട്ടെന്നുള്ള മരണം വന്നേക്കാം. അല്ലേ? മരിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു അറിവും കിട്ടാതെ പെട്ടെന്ന് മരിച്ചു പോയേക്കാം, സമയം കിട്ടൂല. ദജ്ജാൽ വന്നേക്കാം, അല്ലെങ്കിൽ ഖിയാമത്ത് നാൾ വന്നേക്കാം. മുഅ്മിൻ ചെയ്യേണ്ടത് അല്ലാഹുവിലേക്ക് അഭയം പ്രാപിക്കുക, അവനോട് കാവൽ തേടുക. നമ്മുടെ കാര്യം മാത്രല്ല, നമ്മുടെ സന്താനങ്ങളുടെ കാര്യം, നമ്മുടെ അടുത്ത തലമുറയുടെ കാര്യം, എല്ലാ അധർമ്മത്തിൽ നിന്നും തിന്മയിൽ നിന്നും അവരെ നമ്മൾ രക്ഷിച്ചെടുത്ത് സമ്പൂർണ്ണ ദീനിൽ അടിയുറച്ചു നിർത്തുന്നവരാക്കുക. അവരെ തെറ്റിലേക്ക് വിടരുത്. അവരെ ഖുർആൻ ഓതുന്നവരാക്കി നിലനിർത്തണം, അവരെ നിസ്കരിക്കുന്നവരാക്കി നിലനിർത്തണം, അവർക്ക് സുന്നത്തുകൾ പരിചയപ്പെടുത്തണം, സുന്നത്ത് നിസ്കാരങ്ങൾക്ക് അവരെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ നല്ലവരാക്കി ദുനിയാവിൽ ഈമാനിന്റെ മേലില് ഏത് പ്രതിസന്ധി വരുമ്പോഴും അവരുറക്കെ പറയണം, ഞങ്ങൾക്കിത് പ്രശ്നമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ പറഞ്ഞത് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, നമ്മൾ കേട്ടത് റഹ്മാനായ നാഥൻ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഈ മജ്ലിസുൻ നൂർ ഇതാ വളരെ കഷ്ടപ്പെട്ട് ഇവരിതാ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഉറക്കാമീൻ പറയൂ, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ സദസ്സിന്റെ ദുആകളെ നീ കബൂലാക്കണേ അല്ലാഹ്. ഈ സദസ്സിൽ എന്റെ സഹോദരന്മാരും സഹോദരിമാരും എന്തൊക്കെ നീയത്തോടെയാണോ സ്വതക്ക ചെയ്യുന്നത്, ആ സ്വതക്കകളെ നീ കബൂലാക്കണേ അല്ലാഹ്. ഉറക്കാമീൻ പറയൂ, കയ്യർത്തിപ്പിടിച്ചാമീൻ പറയൂ. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് മന്ത്രിച്ചിരിക്കുന്ന തേനാണ് നിങ്ങൾക്കിവിടെ തരാൻ വേണ്ടി പോകുന്നത്. നീ കബൂലാക്കണേ അല്ലാഹ്. സ്വാലിഹായ ആബിദായ വാക്കിറായ ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മഹാനായ മനുഷ്യന്മാരിൽ ഒരാളായ അത്തിപ്പറ്റ ഉസ്താദ് മന്ത്രിച്ച തേന് ഈ മജ്ലിസിൽ നിന്ന് കൊണ്ടുപോകുന്നത് എന്ത് മുറാദോടെയാണോ ആ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്. ഉറക്കാമീൻ പറയും, രോഗങ്ങൾക്ക് ശമനം നൽകണേ റഹ്മാനേ, തഖ്വയേറ്റിക്കൊടുക്കണേ അല്ലാഹ്. മക്കളെ ഹാഫിളീങ്ങളാക്കണമെന്ന് വിചാരിച്ച് ഈ തേനെടുത്തുകൊണ്ട് ആ മക്കൾക്ക് കൊടുത്താൽ ആ മക്കളെ അത്ഭുതകരമായ രീതിയിൽ നീ ഹാഫിളീങ്ങളാക്കണേ അല്ലാഹ്. മനപ്പാട ശക്തി കൊടുക്കണേ തമ്പുരാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ആളുകളൊന്ന് സ്വതക്ക ചെയ്യണം, നല്ല നീയത്തോടെ. എന്ത് നീയത്തോടെ നിങ്ങൾ ചെയ്താലും റബ്ബ് സ്വീകരിക്കും ഇൻഷാ അല്ലാഹ്. ഒരു 10-15 മിനിറ്റിന്റെ ഉള്ളിൽ നമുക്ക് പിരിയാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ആരാണ് ആദ്യമായിട്ട് ഒരു 3313 മജ്ലിസുൻ നൂറാണല്ലോ, അസ്ഹാബുൽ ബദറിന്റെ എണ്ണം 313 അതിലേക്ക് ഒരു 3000 കൂടെ കൂട്ടിയിട്ട് ആരൊക്കെയാണ് നല്ല നീയത്തോടെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ? ആദ്യമായിട്ട് ഒരാളൊന്ന് എഴുന്നേറ്റ് നിൽക്കൂ. ഒരു 3313 ഇൻഷാ അല്ലാഹ്. ഒന്ന് തുടങ്ങാൻ, നല്ല നീയത്തോടെ ഒന്ന് തുടങ്ങാൻ. ഒരു 3000. ഈ പ്രതിസന്ധികൾക്കിടയിലും എന്താ നീയത്ത്? അത്തിപ്പറ്റ ഉസ്താദ് മന്ത്രിച്ച തേനാണ്. ഈ സദസ്സിന്റെ ദുആ ആഗ്രഹിച്ചുകൊണ്ട് ഒരാളൊന്ന് എഴുന്നേറ്റ് നിന്നേ. ഒരു 3313. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. സംഘാടകൻ ആരെങ്കിലും ഒരാളൊന്നും ഇങ്ങോട്ട് വരി. എത്ര വളണ്ടിയർമാരുണ്ട്? ആരുമില്ലല്ലോ. ഇങ്ങോട്ട് വരി, വേം വരി, വേം വരി. ബിസ്മില്ലാ. ഒന്ന് ആവേശത്തോടെ ഒന്ന് സ്വലാത്ത് ചൊല്ലും. തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ മില്ലാ വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. ഉറക്കെ സ്വലാത്തുല്ലാ സലാമുല്ലാ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ
അലാ യാസീൻ ഹബീബില്ലാഹ്. ആമീൻ പറയൂ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനേ. ഉറക്കാമീൻ പറയൂ, നീ കബൂലാക്കണേ അല്ലാ. പറഞ്ഞു നാവെടുക്കുന്നതിന്റെ മുമ്പ് ആ സഹോദരൻ ചെയ്ത സ്വതക്ക നീ കബൂലാക്കണേ റബ്ബേ. ആ തേൻ എന്ത് നീയത്തോടെയാണോ ആ സഹോദരൻ ഉപയോഗിക്കുന്നത്, കൂട്ടുകുടുംബങ്ങൾ ഉപയോഗിക്കുന്നത്, മക്കൾ ഉപയോഗിക്കുന്നത്, നീ അതിന് പരിപൂർണമായ പ്രതിഫലം നൽകണേ അല്ലാ. പഠിക്കുന്ന മക്കൾക്ക് ആ തേൻ ഉപയോഗിക്കലോടെ നല്ല ബുദ്ധിശക്തി നീ കൊടുക്കണേ റഹ്മാനേ. റബ്ബേ, ഹജ്ജിന് പോകാൻ തൗഫീഖ് ഉണ്ടാകണമെന്ന് നിയ്യത്ത് ചെയ്ത് ഈ മജ്ലിസിൽ നിന്ന് തേനെടുക്കുന്ന ആളുകൾ, ആ തേനിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നവർ, അവർക്ക് നീ ഹജ്ജിനുള്ള തൗഫീഖ് കൊടുക്കണേ റബ്ബേ. ഉറക്കാമീൻ പറയും, നീ കൊടുക്കണേ അല്ലാ. ഈ പ്രതിസന്ധികൾക്കിടയിലും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾക്കിടയിലും ഈ എഴുന്നേറ്റ് നിൽക്കാൻ മനസ്സ് കാണിക്കുന്നവനെ നീ സഹായിക്കണേ തമ്പുരാനെ. ആരൊക്കെയുള്ളത്? രണ്ടാമത്തെ ആളാരാ? 3313. ധൈര്യത്തോടെ എണീറ്റ് നിൽക്കൂ. അള്ളാഹു നിങ്ങൾക്കതിൻ്റെ പൂർത്തീകരണം തരും. അത്തിപ്പറ്റ ഉസ്താദ് മന്ത്രിച്ച തേനാന്ന് പറയുമ്പോൾ പിന്നെ നമ്മളിൽ സംശയിക്കണ്ടല്ലോ. ആരാ രണ്ടാമത്തെ ആള്? 3313. രണ്ടാമത്തെ ആളാരാണ്? ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണേറ്റ് നിൽക്കും. ബിസ്മില്ല. അതൊന്നും ഒരു പ്രശ്നമായി കാണണ്ട. നിങ്ങൾ നിയ്യത്ത് ചെയ്താ പടച്ചോനെ. അവിടെ ഉണ്ടോ? ഇലാഹി സല്ലിമിൽ ഉമ്മ. വേഗം വേഗട്ടോ തരുന്നവര്. മിനൽ ആഫാതി വന്നിഖ്മ വമിൻ ഹമ്മിൻ വമിൻ ഗുമ്മ ബിഅഹ്ലിൽ ബദരി യാ അല്ലാഹ് സ്വലാത്തുല്ലാ. ഉറക്കച്ചൊല്ലു അലാ ത്വാഹ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. നീ സ്വീകരിക്കണേ റഹ്മാനേ. ഉദ്ദേശങ്ങൾ നിറവേറ്റണേ റബ്ബേ. കൈയൊന്നുയർത്തിപ്പിടിക്കൂ. നിങ്ങൾ ആമീൻ പറയാനാണ് ആ സഹോദരൻ തന്നിരിക്കുന്നത്. നീ സ്വീകരിക്കണേ അല്ലാ. രോഗങ്ങൾക്ക് ശമനം നൽകണേ അല്ലാ. ശാന്തി നൽകണേ റബ്ബേ. ബറക്കത്ത് നൽകണേ റഹ്മാനേ. പ്രതിസന്ധികളിൽ നിന്ന് കാക്കണേ അല്ലാ. ബദരീങ്ങളോടൊപ്പം സ്വർഗം നൽകണേ റഹ്മാനേ. ഏത് രോഗത്തിനാണെങ്കിലും ആ തേന് നീ ഉപയോഗിപ്പിക്കണേ അല്ലാ. ആരാ മൂന്നാമത്തെ ആള്? മൂന്നാമത്തെ ആൾ എഴുന്നേറ്റ് നിൽക്കൂ. ഞാൻ പറയട്ടെ, എഴുന്നേറ്റിക്കുന്ന ആൾ നല്ല നിയ്യത്ത് വെക്കുക. ഉറപ്പിച്ചോളൂ, ഹജ്ജിന് പോകാൻ നിയ്യത്ത് ചെയ്ത് ഇത് എഴുന്നേറ്റ് നിന്ന് വാങ്ങിയാൽ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. അല്ലാഹുവേ നീ തൗഫീഖ് തരുകണേ റഹ്മാനേ. ഉറക്കങ്ങളാമീൻ പറയും, നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ. ഹജ്ജിനുള്ള അവസരം കൊടുക്കണേ അല്ലാ. കൊതി കൊണ്ട് എഴുന്നേറ്റുന്നതാണ് നീ കൊടുക്കണേ അല്ലാ. റഹ്മാനെ, അതിന്റെ 10 ഇരട്ടി പോരാ ഹജ്ജ് ചെയ്യാൻ. അത് നീ എല്ലാ വഴികളിലൂടെയും കൊടുക്കണേ തമ്പുരാനെ. ആ സഹോദരന്റെ മരണപ്പെട്ടു പോയവരുടെ ഖബറുകളിലേക്ക് നിന്റെ സവാബിനെ നീ എത്തിക്കണേ അല്ലാ. ആരാ നാലാമത്തെ ആള്? വേഗം നാലാമത്തെ ആള്. അൽഹംദുലില്ലാ. അല്ലാഹുവേ, അല്ലാഹുവേ നീ സ്വീകരിക്ക റഹ്മാനേ. നിങ്ങൾ ആമീൻ പറയൂ റബ്ബേ. സാമ്പത്തികമായി ഒന്നും കയ്യിലില്ലാത്ത സമയമാണ്. എന്നാലും പടച്ചോനെ, ഈ മജ്ലിസിൽ വെച്ച് കൊടുത്താൽ നീ അത് സ്വീകരിക്കുമല്ലോ. ആ ഉദ്ദേശം നീ നിറവേറ്റുമല്ലോ. ആ പ്രതീക്ഷയോടെ തരുന്നവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റണേ അല്ലാ. റബ്ബേ, രോഗങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാ. ഹജ്ജിനുള്ള അവസരം കൊടുക്കണേ അല്ലാ. ഈ തേന് അത്തിപ്പറ്റ ഉസ്താദ് മന്ത്രിച്ചതായത് കാരണത്താൽ അതെന്തെങ്കിലും രോഗത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് കരുതി കൊണ്ടുപോകുന്നവരുണ്ടാകും. ആ സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് രോഗങ്ങൾക്ക് നീ ശമനം നൽകണേ റഹ്മാനേ. എത്ര ആളായി? ഇപ്പോ എത്ര ആളായി? നാളല്ലായത് 4 5 ഒന്ന് പറയും മനുഷ്യന്മാരെ. 4. അഞ്ചാമത്തെ ആളാരാ? വേണ്ടിക്ക് അഞ്ചാമത്തെ ആള്. ബിസ്മില്ലാ. അൽഹംദുലില്ലാ. അല്ലാഹുവേ നീ സ്വീകരിക്കുന്നാഥാ. നിങ്ങൾ ആമീൻ പറയുന്നു. നിങ്ങളെല്ലാരും ആമീൻ പറയാനല്ലേ തന്നിരിക്കുന്നത്? അല്ലേ? ഒരു സന്തോഷല്ലേ അത്? നമുക്കിടയിൽ 5 ആളുകളാണ്. അല്ലാഹുവേ നീ ഖബൂലാക്ക് റഹ്മാനേ. നീ സ്വീകരിക്കുക അല്ലാ. ബറക്കത്ത് കൊടുക്ക് റബ്ബേ. ആ സഹോദരന്റെ മക്കൾക്ക്, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ആരൊക്കെയുണ്ടോ എന്തെങ്കിലും മാനസികമായ ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ സദഖയുടെ ബറക്കത്ത് കൊണ്ട് ആ ബുദ്ധിമുട്ടിനെ നീ തട്ടിമാറ്റണേ അല്ലാ. എന്നാ വേണിട്ട് നിൽക്കി. 6-ാമത്തെ ആള്. ബിസ്മില്ലാ. 6-ാമത്തെ ആള്.
സഹോദരിമാരെ, നിങ്ങളെ ഞാൻ ദൂരെ നോക്കി അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടില്ല, ഇവരെ കയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇൻഷാ അല്ലാഹ്. ആരാ ആറാമത്തെ ആള്? വേഗം ബിസ്മില്ലാ. നല്ല നിയ്യത്ത് മനസ്സിൽ വെക്കൂ, എന്നിട്ട് എണീറ്റ് നോക്കൂ. ആരാണ് ആറാമത്തെ ആള്? ഞാൻ ഒരു 10 ആളുകളെയാണ് പ്രതീക്ഷിച്ചിട്ടുള്ളത്. ആറാമത്തെ ആള് വേണിട്ട് നോക്കി. ബിസ്മില്ലാ. ആരെങ്കിലും ഉണ്ടോ? ഇനി നിയ്യത്ത് ആലോചിച്ച് നോക്കൂ. പടച്ചോനെ, ഇന്ന കാര്യത്തിന് ഇതാ ഞാൻ എണീറ്റ് നിൽക്കുന്നു പറഞ്ഞിട്ട് അങ്ങോട്ട് എണീറ്റ് നിന്നാൽ മതി. പടച്ചോനെ പൂർത്തിയാക്കും, ഉറപ്പാണ്. ഇങ്ങനത്തെ ഒരു സദസ്സല്ലേ. ആരാളുള്ളത്? മുകളിൽ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടുന്ന് എണീറ്റ് നിന്നോളൂ. 3313 ദീനിന് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഈ മജ്ലിസിലേക്ക് തരാൻ തയ്യാറുള്ളവർ വേണ്ടിട്ട് നിൽക്കി. ബിസ്മില്ലാ. ആരെങ്കിലും ഉണ്ടോ? വേഗം. നിങ്ങൾ ആരുമില്ലേ? സഹോദരിമാരെങ്കിലും ഉണ്ടോ നോക്കി. വോളണ്ടിയർമാർ അവിടെ ഉണ്ടോ? ഉണ്ടോ? സഹോദരിമാർ നിങ്ങൾ എത്ര ആളുണ്ട്? 3313 തരാൻ കഴിയുന്ന ആളുകൾ. ആ നിയ്യത്തോടു കൂടെ തരാൻ കഴിയുന്ന എത്ര ആളുണ്ടോ എന്ന് എണീറ്റ് നിന്നേ അവിടുന്ന്. ധൈര്യമാണ് അതിന്. ഈ ബുദ്ധിമുട്ടുകൾക്കിടയിലും ഈ തേന് കൊണ്ടുപോയിട്ട് ഇന്നാലിന്ന നിയ്യത്തോടുകൂടെ ആ തേൻ എണീറ്റ് നിൽക്കാൻ കഴിയുന്നവർ ഉണ്ടോ? നോക്കി. ആരെങ്കിലും ബർക്കത്തിനൊരു 2-3 ആളെങ്കിലും ഒന്ന് എണീറ്റ് നിൽക്കി. ബിസ്മില്ലാ. അള്ളാഹു വലിയ സവാബ് തരും. വേഗം. വളണ്ടിയർമാരില്ലാത്തതുകൊണ്ടാണോ, നോക്കാത്തതുകൊണ്ടാണോ, എണീറ്റിക്കാത്തതുകൊണ്ടാണോ? എന്നാൽ ആരെങ്കിലും ഒരാളെങ്കിലും ഒന്ന് ബർക്കത്തിന് എണീറ്റ് നിന്നേ സഹോദരിമാരെ. ഏതെങ്കിലും ഒരാളെങ്കിലും ഒന്ന് എണീറ്റ് നിന്നാൽ വലിയ ഖൈർ. ഇൻഷാ അല്ലാഹ് കാര്യമായിട്ട് ഇത് വരക്കും. നിങ്ങളുടെ ഒരു പ്രതിനിധി ഒരു 3313 ആരും തരലില്ലേ? ഉണ്ടാവും. ആരാണത് നോക്കി. ആരെങ്കിലും ഉണ്ടോ നോക്കൂ. ഉണ്ടോ? ആരെങ്കിലും ഒരാളുണ്ടോ? ഇല്ല, ഒരാളും ഇല്ല. ഇൻഷാ അല്ലാഹ്. അത് പിന്നെ അവരങ്ങനെ തന്നെയാണല്ലോ. പൈസ നിങ്ങൾ ഇപ്പൊ തരണം എന്നല്ല പറഞ്ഞത്. സൗകര്യം പോലെ അല്ലാഹു തആലാക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത് അത് ഉറപ്പാണ്. വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാൽ അത് തരണം എന്നുള്ളതിൽ അവർ വേഗം താല്പര്യം കാണിക്കും. ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടോ നോക്കൂ. അവസാനം ഇൻഷാ അല്ലാഹ് ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പറ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അപ്പൊ 5 ആളുകൾ തന്നു. നമ്മൾ ബാക്കിയുള്ളതൊക്കെ 2, 4, 6, 7 ഒരു 7 ആളുകൾ 1001 രൂപ. 7 ആളുകൾ ആരൊക്കെയാണ് അതൊന്ന് ഏറ്റെടുക്കുക? 1001. അൽഹംദുലില്ലാ. അല്ലാഹ് ബറക്കത്ത് നൽകട്ടെ. വേഗം വേഗം. 7-ാമത്തായിട്ടേ സ്വലാത്ത് ചെല്ലുന്നുള്ളൂ. ബിസ്മില്ലാ. 7-ാമത്തായിട്ട്. 2-ാമത്തെ ആളാരാ? അൽഹംദുലില്ലാ. അള്ളാഹു അത്തിപ്പറ്റ ഉസ്താദിന്റെ ആ ബറക്കത്ത് കൊണ്ട് ഇത് എന്ത് ഉദ്ദേശത്തോടെയാണോ കൊണ്ടുപോകുന്നത്, എല്ലാ രോഗങ്ങൾക്കും നീ ശമനം നൽകണേ അല്ലാഹ്, ശിഫാ നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാ. അവിടുന്ന് മുഅല്ലിമാണോ മുതഅല്ലിമാണോ എന്നറിയില്ല. അള്ളാഹു ബറക്കത്ത് മദ്രസയിലെ മുഅല്ലിമാണ്. അല്ലാഹുവേ, എന്ത് നിയ്യത്തോടെയാണ് കൊണ്ടുപോകുന്നത് നീ പൂർത്തിയാക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ റഹ്മാനെ. വേഗം കാണട്ടെ ഞാൻ. അടുത്ത ആള്. ബിസ്മില്ലാ. 1001 രൂപക്ക്. ബിസ്മില്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. എത്ര ആള്? ഒരാളോ? അത് പോരല്ലോ. ഇതാണ് നിങ്ങളുടെ ഭാഗത്ത്. അവസാനത്തെ 2 കൂടി. ഇതും കൂടി കൊടുത്തിട്ട് അൽഹംദുലില്ലാ. ഇത് ബിസ്മില്ലാ കൊടുത്തു. 1. നിങ്ങൾ കുറെ ആളുകൾ വേണം അവിടെ. ഒരാളും കൂടെ എണീറ്റ് ബിസ്മില്ലാ. വേഗം ഒരാളും കൂടെ. 1001. അല്ലാഹു സ്വീകരിക്കട്ടെ. എന്ത് രോഗത്തിനാണ് ഇത് ഉപയോഗിക്കണമെങ്കിലും അല്ലാഹു ശമനം നൽകട്ടെ. സഹോദരിമാർ എത്ര ആളുണ്ട്? 1001. എത്ര ആളുണ്ട് നോക്കൂ. ഒരു 4-5 കൂടെ എടുക്കി. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാ. ബഹുമാനപ്പെട്ട ആ തേന് നിങ്ങൾ കൊണ്ടുപോയിട്ട് റഹ്മാനായ റബ്ബ് എന്തൊക്കെ നിയ്യത്തുകളോടെയാണോ നിങ്ങളത് തരുന്നത്, അല്ലാഹു എല്ലാ നിയ്യത്തുകളും പൂർത്തിയാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 1001 രൂപ. ആരൊക്കെയാണ് ഉള്ളത്? ബിസ്മില്ലാ. 1001 എണീറ്റ്. അൽഹംദുലില്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത ആള്. 1001. 1001. അടുത്ത ആള്. വേഗം. അൽഹംദുലില്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത ആള്. 1001. അൽഹംദുലില്ലാ. 2 ആളായി. അൽഹംദുലില്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ബറക്കത്തിലാക്കട്ടെ. സ്ത്രീകളുടെ ഭാഗത്ത് വന്നിട്ട് അവിടെ ഉണ്ട്, സഹോദരന്മാരുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ. അടുത്തടിക്ക് ഇൻഷാ അല്ലാഹ്. പടച്ചോനെ അല്ലാഹുവേ, അല്ലാഹുവേ, ഈ തേന് എന്ത് നിയ്യത്തോടെയാണോ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്, മജ്ലിസുന്നൂറിലേക്ക് 1001 രൂപ സദഖ ചെയ്ത് അവർക്ക് പല ഉദ്ദേശങ്ങളും ഉണ്ടാകുമല്ലോ. ആ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റണേ റഹ്മാനേ. ആ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ വെറുതെ അങ്ങനെ തരികയാണോ? അത് ആരെല്ലുണ്ടോ? സ്ത്രീകളുടെ ഭാഗത്തുണ്ട്. അൽഹംദുലില്ലാ. അടുത്ത ആളാരാണ്? വേണിട്ട് നിൽക്ക്. സ്വലാത്ത് ചൊല്ല. മാഷാ അല്ലാഹ്. ഇസ്ഹാഖാജി എന്ന് പറഞ്ഞ നമ്മുടെ വേദിയിലിരിക്കുന്നുണ്ട്. അല്ലാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ, അല്ലാഹു സഹായം നൽകുമാറാകട്ടെ. അല്ലാഹുവേ, എല്ലാ റഹ്മത്തും ഈ തന്നവർക്കൊക്കെ നീ കൊടുക്കണേ അല്ലാഹ്.